കാലടി ഗ്രാമമേ കേരള നാടിൻ്റെ കീർത്തി നക്ഷത്രമേ നീ ജയിക്കൂ. കാലടി ഗ്രാമമേ കേരള നാടിൻ്റെ കീർത്തി നക്ഷത്രമേ നീ ജയിക്കൂ. കാലടി ഗ്രാമമേ കേരള നാടിൻ്റെ കീർത്തി നക്ഷത്രമേ നീ ജയിക്കൂ. ആർഷ സംസ്കാരത്തിൻ പൂവണിശയ്യയിൽ 1000 ആണ്ടു മുന്നേ പരിലസിപ്പൂ. 1000 ആണ്ടു മുന്നേ പരിലസിപ്പൂ. കാലടി ഗ്രാമമേ കേരള നാടിൻ്റെ കീർത്തി നക്ഷത്രമേ നീ ജയിക്കൂ. ആർഷ സംസ്കാരത്തിൻ പൂവണിശയ്യയിൽ 1000 ആണ്ടു മുന്നേ പരിലസിപ്പൂ. 1000 ആണ്ടു മുന്നേ പരിലസിപ്പൂ. കാലടി ഗ്രാമമേ കേരള നാടിൻ്റെ കീർത്തി നക്ഷത്രമേ നീ ജയിക്കൂ. കീർത്തി നക്ഷത്രമേ നീ ജയിക്കൂ. കീർത്തി നക്ഷത്രമേ നീ ജയിക്കൂ. അദ്വൈത മന്ത്രങ്ങൾ
നമസ്കാരം. കാലടി ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നു. വിവേകാനന്ദ സ്വാമികൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ചിട്ടുള്ളത് യുവാക്കളിലാണ്. ആ പ്രതീക്ഷ നിറവേറ്റാനായി നമ്മൾ ഈ യുവജന സമ്മേളനം ഇവിടെ നടത്തുന്നത്. ആദ്യമായി പ്രാർത്ഥന ചൊല്ലുവാൻ ഡോക്ടർ അനൂജ അനിലിനെ ക്ഷണിക്കുന്നു. നിരഞ്ജനം നിത്യമനന്തരൂപം ഭക്താനുകമ്പാദ്രിദ്രവിഗ്രഹം വൈ ഈശാവതാരം പരമേശമീഢ്യം തം രാമകൃഷ്ണം ശിരസാ നമാമി. ജയ ജയ സ്വാമിജി നിർമ്മല കീർത്തേ ജയ പുരുഷോത്തമ സേവനമൂർത്തേ. ജയ ജയ സ്വാമിജി നിർമ്മല കീർത്തേ ജയ പുരുഷോത്തമ സേവനമൂർത്തേ. ബ്രഹ്മമഹേശ സത്യസ്വരൂപ ബ്രഹ്മമഹേശ സത്യസ്വരൂപ നിഷ്കള നിർമ്മല പ്രേമാകാര. ജയ ജയ സ്വാമിജി നിർമ്മല കീർത്തേ ജയ പുരുഷോത്തമ സേവനമൂർത്തേ. സ്വാഗതം പറയുവാനായി ശ്രീ പ്രശാന്ത് എമ്മിനെ ക്ഷണിക്കുന്നു. പ്രശാന്തം ടെക്സ്വൈസ് IT സൊല്യൂഷൻ കൊച്ചിയിലുള്ള സ്ഥാപനത്തിൻ്റെ അധ്യക്ഷനാണ്. സ്വാഗതം പ്രശാന്ത് എം. I offer my humble pranams to all. I extend a warm welcome to each one of you. We are gathered here today on the sacred land of Kaladi, a land sanctified by the divine birth of Jagadguru Adi Shankaracharya. Today we are deeply blessed by the gracious presence of these revered Swamijis of Ramakrishna order. Firstly, I welcome most revered Swami Supranji Maharaj on this program. Revered Swami Vedasankanchi Maharaj, the Adhyaksha of Ramakrishna Math Pala, as the president of this session, his presence is a great source of inspiration to all of us. Let's all welcome Swami Vedasankanchi Maharaj on this program. Revered Swami Satyanchi Maharaj, Adhyaksha of Ramakrishna Math Chennai, his life of dedication and spiritual wisdom continues to inspire countless devotees and guide the youth towards a life of purpose and higher values. Let's all welcome Swamiji, who is the Adhyaksha of Ramakrishna Math Chennai. Today's session is especially dedicated to the youth, the builders of the future and the living strength of our nation. On this sacred occasion, we recall the stirring call of Swami Vivekananda, who placed immense faith in the power of young mind and hearts. Once again, I warmly welcome each one of you to this uplifting Youth Day morning session. Thank you all. Thank you. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിന് സ്വാമി വീതസംഗാനന്ദജി മഹാരാജിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഓം നമ ശ്രീ അധിരാജായ വിവേകാനന്ദ സൂരയെ സച്ചിസുഖസ്വരൂപായ സ്വാമിനെ തപഹാരിണെ. വേദിയിലും സദസ്സിലുമിരിക്കുന്ന എല്ലാ സന്യാസി വര്യമാർക്കും സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമ്മളിന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് നമുക്കറിയാം, അദ്വൈതാശ്രമ കാലടിയുടെ അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഓൾ കേരള രാമകൃഷ്ണ വിവേകാനന്ദ ഭാവപ്രചാര പരിഷത്തിൻ്റെ മീറ്റിംഗ് കൂടി നടക്കുകയാണ്. 24ാമത് അഖില കേരള ഭക്തസമ്മേളനം നടക്കുന്നു. ഇന്ന് ഇവിടെ യുവജന സമ്മേളനം, യൂത്ത് കൺവെൻഷനാണ്. അതിൻ്റെ ഇനോഗ്രൽ സെഷനിലാണ് നമ്മളിപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ശ്രീ രാമകൃഷ്ണ പരമഹംസൻ്റെ മഹാസമാധിക്ക് ശേഷം നമുക്കറിയാം, സ്വാമി വിവേകാനന്ദൻ
ഭാരതത്തിൽ ഉടനീളം മിക്കവാറും കാൽനടയായിട്ട് തന്നെ സഞ്ചരിച്ച് ഈ ഭാരതത്തിൻ്റെ പ്രശ്നങ്ങൾ പഠിച്ചിരുന്നു. അവസാനം കന്യാകുമാരിയിൽ പോയി അവിടെ ഒരു പാറയുടെ മുകളിൽ 3 ദിവസം ധ്യാനിച്ചു. അതിനിടയ്ക്ക് പല മഹാരാജാക്കന്മാരും പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തിന് ചിക്കാഗോ നടക്കാൻ പോകുന്ന മത സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന ആഗ്രഹമുണ്ടായി. ആദ്യമൊക്കെ അദ്ദേഹം നിരസിച്ചെങ്കിലും പിന്നീട് അതിന് അനുവദിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം അവിടെ പോയി 1894 സെപ്റ്റംബർ 11 ആ സമ്മേളനം നടന്നത്. പിന്നെയുള്ള ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം. പിന്നീട് ഏകദേശം 3.5 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് പലരും പ്രസംഗിക്കാനുണ്ട്. അവരുടെ പ്രസംഗങ്ങളെല്ലാം പ്രത്യേകിച്ചും യുവാക്കൾ ശ്രദ്ധിച്ച് പഠിക്കുക. വിവേകാനന്ദ സ്വാമികളെ പഠിക്കുക, രാമകൃഷ്ണ പരമഹംസനെ പറ്റി പഠിക്കുക, ശാരദാദേവിയെ പറ്റി പഠിക്കുക. നമ്മുടെ ജീവിതം അതുകൊണ്ട് ധന്യമായി തീരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ 2 വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സ്വാമിജി. വിവേകാനന്ദ സ്വാമികൾ യുവാക്കളിൽ എത്രത്തോളം പ്രചോദനം ഉൾക്കൊള്ളുന്നു എന്നുള്ളത് സ്വാമിജിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലായിരിക്കുന്നു. അടുത്തതായി ഉദ്ഘാടനം ചെയ്യാനായി സ്വാമി സ്വപ്രമാനന്ദജി മഹാരാജിനെ ക്ഷണിച്ചുകൊള്ളുന്നു. (1936) ഈ ആശ്രമം തുടങ്ങി. ആ വർഷം ഞാൻ ജനിച്ചു. 9 വയസ്സായപ്പോൾ ഞാനിവിടെ വന്ന് ഇവിടുത്തെ ആശ്രമാന്തേവാസിയായി കുട്ടികളുടെ കൂടെ ചേർന്നു. MA കഴിയുന്നവരെ ഇവിടെ തന്നെ പഠിച്ചു. അതിനുശേഷം സ്കൂളിൽ അധ്യാപകനായി 1 കൊല്ലം. പിന്നെ തൃശ്ശൂരേക്ക് സ്ഥലം മാറിപ്പോയി. നമ്മൾ ആഗമാനന്ദ സ്വാമിയുടെ കഷ്ടപ്പാടൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. സ്വാമി വളരെയധികം ദരിദ്രരായ കുട്ടികളെ ഇവിടെ വരുത്തി കൊണ്ടുവന്ന് അവർക്ക് ചാപ്പാട് കൊടുത്ത് അവർ പഠിപ്പിച്ച് ഉദ്യോഗത്തിലാക്കി. അതിലൊരാളാണ് ഞാൻ. സ്വാമി എല്ലായിടത്തുമൊക്കെ കൂടെ പ്രസംഗിക്കാൻ പോകേണ്ടി വരും. അപ്പോൾ അവർ കൊടുക്കുന്ന വണ്ടിക്കൂലി സ്വാമി വളരെ കുറച്ച് ചിലവാക്കുള്ളൂ. എന്നിട്ട് ആശ്രമത്തിന് കുട്ടികൾക്ക് വേണ്ടി അത് ചിലവാക്കി. ഞാൻ മറ്റു കുട്ടികളുടെ കൂടെ ഇവിടെ താമസിച്ച് പഠിച്ചു. BA വരെ കഴിഞ്ഞപ്പോൾ MAക്ക് ഇവിടെ ക്ലാസ് തുടങ്ങിയിട്ടില്ല. അത് കാരണം എന്നെ ചെന്നൈയിൽ പറഞ്ഞയച്ചു. ഞാൻ ചെന്നൈയിൽ താമസിച്ച് MA പാസ്സായി തിരിച്ചു വന്നിട്ടാണ് ഇവിടെ അധ്യാപകനായത്. സ്വാമി എന്നോട് കൂടെ പറയാറുണ്ടായിരുന്നു, താൻ വിവേകാനന്ദ സ്വാമിയുടെ ശിഷ്യനാവാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഏത് ജോലി ഏത് സമയത്ത് വന്നാലും ചെയ്യാൻ തയ്യാറായിരിക്കണം. ഞാൻ എല്ലാ ജോലിയും ചെയ്ത് പഠിച്ചിരുന്നു, നല്ലപോലെ ചെയ്ത് പഠിച്ചിരുന്നു. കൃഷിപ്പണി അറിയാം, പശുവിനെ നോക്കാൻ അറിയാം, അടുക്കള പണി അറിയാം, മരം വെട്ടാൻ അറിയാം, വിറക് കീറാൻ അറിയാം, എല്ലാം അറിയാം. ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 89 വയസ്സേ ആയിട്ടുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ അധികം പറ്റില്ലായിരിക്കാം. ഏതായാലും എല്ലാം ചെയ്യുന്നുണ്ട്. സ്വാമിയുടെ അനുഗ്രഹം കൊണ്ടാണ്. അപ്പോൾ യുവാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്വാമിജി നമുക്ക് ഉപദേശിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളാണ്. എന്ത് ചെയ്യാനും നമുക്ക് കഴിവുണ്ട്, പക്ഷേ നമ്മളത് സ്വയം അത് കണ്ടെത്തണം. ആ കഴിവ് നല്ലതുപോലെ പ്രയോഗിച്ചാൽ ഈ നാടിന് മുഴുവൻ ഐശ്വര്യം ഉണ്ടാവും. ചെറുപ്പക്കാരിലാണ് കൂടുതൽ ശക്തി ഉള്ളത്. വയസ്സാകുമ്പോൾ പല കഴിവുകളും കുറഞ്ഞു പോകും. ഞാൻ വെല്ലൂർ മഠത്തിൽ ചെന്നപ്പോൾ അവിടെ ഗാർഡൻ വർക്ക് ഒക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ അവർക്കെല്ലാം ആശ്ചര്യമായി. 80 വയസ്സ് കഴിഞ്ഞിട്ടായിരുന്നു ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്.
അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് കൂടുതൽ കാര്യം ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് യുവാക്കളായവർക്ക് അവർ വേണമെന്ന് വിചാരിച്ചാൽ അത്ഭുത കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്താൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഭാരതീയർക്ക് എല്ലാ തരത്തിലുള്ള ഉയർച്ചയും ഉണ്ടാക്കി കൊടുക്കാൻ ചെറുപ്പക്കാർക്ക് കഴിവുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. നമസ്കാരം. അടുത്ത അനുഗ്രഹ പ്രഭാഷണത്തിന് സ്വാമി സത്യാനന്ദജിയെ ക്ഷണിക്കുന്നു. ശ്രീരാമകൃഷ്ണ മഠം ചെന്നൈ അധ്യക്ഷനാണ്. സ്വാമിജി ക്ഷണിക്കുന്നു. I am very glad to participate in this historic event of Golden Jubilee of the Universal Temple at Ramakrishna Temple at Kaladi Ashrama, and the today's program of Youth Convention. Swami Vivekananda had very great faith in the youth. That is also almost 120 years before. Present day media, politicians, sports people and filmmakers, they focus on youth. There is nothing great in that. But Swami Vivekananda gave very great emphasis on this youth 125 years before. Those days, youth were not given so much importance. But in these early days itself, Vivekananda foresaw the power of the youth. Let Sri Ramakrishna, Swami Vivekananda, Sri Saradama give you long and healthy life. Thank you. അടുത്ത കൃതജ്ഞത അർപ്പിക്കുവാനായി വിശ്വപ്രകാശിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും എൻ്റെ പ്രണാമം ആദ്യമായി അർപ്പിക്കുന്നു. കേരളത്തിലെ സന്യാസി സമൂഹത്തിൽ തന്നെ ഏറ്റവും മുതിർന്ന ആചാര്യനായിട്ടുള്ള നമ്മുടെ ഉദ്ഘാടകൻ സ്വാമി സുപ്രഭാനന്ദജി മഹാരാജ്, അദ്ദേഹം തിരുവനന്തപുരം രാമകൃഷ്ണ മഠത്തിൻ്റെ മുതിർന്ന സന്യാസിവര്യനാണ്. അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടനം നടത്തിയതിന് നമ്മൾ കൃതജ്ഞത ശ്രീരാമകൃഷ്ണ മഠത്തിൻ്റെ പേരിൽ, ഭക്തജനങ്ങളുടെ പേരിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ അധ്യക്ഷൻ പാലാ ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൻ്റെ ആചാര്യൻ അധ്യക്ഷനായിട്ടുള്ള ശ്രീ വീതസംഘാനന്ദജി മഹാരാജ്, അദ്ദേഹത്തിനും എല്ലാ ഭക്തന്മാരുടെയും പേരിൽ ഞാൻ കൃതജ്ഞത അർപ്പിക്കുന്നു. അനുഗ്രഹ പ്രഭാഷണം നടത്തിയ ചെന്നൈ ശ്രീരാമകൃഷ്ണ മഠത്തിൻ്റെ അധ്യക്ഷൻ സ്വാമി സത്യാനന്ദജി മഹാരാജിനും ശ്രീരാമകൃഷ്ണ ഭക്തന്മാരുടെ പേരിൽ കൃതജ്ഞത അർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്വാഗത പ്രസംഗികൻ ശ്രീ പ്രശാന്ത് ജി, അദ്ദേഹം ടെക്വൈസ് എന്ന കമ്പനിയുടെ ഡയറക്ടർ കൂടിയാണ്. വളരെ നല്ല രീതിയിൽ ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുകയും ചെയ്ത സ്വാഗത പ്രസംഗികന് ശ്രീ പ്രശാന്തിന് ജിക്കും നമ്മുടെ ഭക്തന്മാരുടെ പേരിൽ കൃതജ്ഞത അർപ്പിക്കുന്നു. നമ്മുടെ അവതാരകനായിട്ടുള്ള ശ്രീ പ്രതീഷ് വിജയ്, അദ്ദേഹം ഒരു സിനിമാ സംവിധായകൻ കൂടിയാണ്. അദ്ദേഹത്തിനും നമ്മുടെ കൃതജ്ഞത അർപ്പിക്കുന്നു. യോഗത്തിലൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ട് ഒരുപാട് യുവാക്കളുടെ മുഖം ഇവിടെ കാണാനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മലപ്പുറത്ത് വെച്ചിട്ടായിരുന്നു ശ്രീരാമകൃഷ്ണ ഭക്ത സമ്മേളനം 23ാമത് നടന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ വർഷം ഇത്രയും യുവാക്കളുടെ പാർട്ടിസിപ്പേഷൻ അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരുപാട് പുതിയ യുവാക്കളെയും കൂടെ ഈ വേദിയിൽ സദസ്സിൽ കാണുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ സന്യാസി ശ്രേഷ്ഠന്മാരെയും സർവദാ നമസ്കരിക്കുന്നു. അതുപോലെ തന്നെ ഓരോ ഭക്തജനങ്ങളെയും, ശ്രീരാമകൃഷ്ണ ഭക്തന്മാരെയും, അതുപോലെ തന്നെ ഓരോ യുവാക്കളെയും, നമ്മളിൽ ഓരോരുത്തരും ഒരു വിവേകാനന്ദൻ ഉറങ്ങിക്കിടപ്പുണ്ട്. അതെല്ലാം ഉണർത്തേണ്ട ഒരു സമയമായിരിക്കുന്നു. ഇപ്പോൾ ഫിസിക്കലി നമുക്ക് പ്രസൻസ് ഇല്ലെങ്കിലും നമ്മളുടെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ നമ്മളുടെ ഓരോരുത്തർക്കും ഈ ജ്ഞാനം മറ്റുള്ളവർക്ക് കൊടുക്കുകയും അത് സ്വയം പഠിക്കുകയും അതൊരു പ്രകാശമായിട്ട് മറ്റു സമൂഹത്തിന് ഒരു ജ്യോതിയായിട്ട് മാറാൻ കഴിയട്ടെ എന്നും അതിനുള്ളൊരു വേദിയായിട്ട് ഈ സമ്മേളനം മാറട്ടെ എന്നും പ്രത്യാശിക്കുന്നു. എല്ലാ
ഭക്തജനങ്ങൾക്കും ഒരിക്കൽ കൂടി എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും ജയ് രാമകൃഷ്ണ. നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും, ഈ യുവജന സമ്മേളനത്തിൽ പ്രതികരിച്ച സ്വാമിമാർക്കും, പങ്കെടുത്ത എല്ലാ യുവാക്കൾക്കും യുവതികൾക്കും അല്ലാത്തവർക്കും ഈ ഒരു സമ്മേളനത്തിൻ്റെ ഭാഗമായി ഞാൻ നന്ദി പറയുന്നു. കാലടി ആശ്രമത്തിൻ്റെ ഈ വിശ്വക്ഷേത്രത്തിൻ്റെ സുവർണ ജൂബിലിയെ പറ്റിയുള്ളൊരു ഡോക്യുമെൻ്ററി എനിക്ക് ചെയ്യാൻ സാധിച്ചു. അനിൽ സാറാണ്, അനിൽ സി ആണ് അതിൻ്റെ ചുക്കാൻ പിടിച്ചത്. ആ ഒരു അനുഭവം എനിക്ക് കിട്ടിയത് ഞാൻ കലാരംഗത്ത് അല്ലെങ്കിൽ സിനിമയിൽ പ്രവർത്തിച്ചതുകൊണ്ട് മാത്രമാണ്. അതിൽ കൂടെ എനിക്ക് സുബ്രഹ്മണ്യ സ്വാമിജിയെ ഇൻ്റർവ്യൂ ചെയ്യാൻ സാധിച്ചു. സ്വാമിജിയുമായി കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ സാധിച്ചു. ഏറ്റവും ഇവിടെ നിൽക്കുന്ന ഏറ്റവും യുവാവായ ഒരാളാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സുബ്രഹ്മണ്യ മഹാരാജായിരിക്കും. കാരണം അത്രയും ആ ഒരു എക്സ്പീരിയൻസും ഊർജവും ഒന്നുചേരുന്ന ഒരു വിശിഷ്ട വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഈ പ്രസൻസിൽ നമുക്ക് ഇത്രയും വലിയൊരു സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ആഘോഷിക്കാൻ കഴിഞ്ഞതിൽ നമ്മൾ വളരെ സന്തോഷരാണ്. താങ്ക് യു എവരി വൺ ആൻഡ് താങ്ക് യു വെരി മച്ച്. അടുത്തൊരു ഷോർട്ട് ബ്രേക്കാണ്. ബ്രേക്കിന് ശേഷം 11 മണിക്ക് സമ്മേളനം വീണ്ടും ആരംഭിക്കുന്നതാണ്. ടീ ബ്രേക്കാണ്. ചായയും മറ്റു പരിപാടികളും എല്ലാം പുറത്ത് അറേഞ്ച് ചെയ്ത് വച്ചിട്ടുണ്ട്. താങ്ക് യു. ശ്രീരാമകൃഷ്ണ വിശ്വക്ഷേത്രത്തിൻ്റെ സുവർണ ജൂബിലിയും 24ാമത് അഖില കേരള ശ്രീരാമകൃഷ്ണ ഭക്ത സമ്മേളനത്തും അനുബന്ധിച്ച് നടക്കുന്ന യുവജന സമ്മേളനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി പ്രാർത്ഥനാഗീതത്തിനു വേണ്ടി ശ്രീ പ്രതീഷ് ബാലനെ ക്ഷണിക്കുന്നു. അദ്ദേഹം ചെന്നൈയിൽ നിന്നാണ്, ശ്രീരാമകൃഷ്ണ ഭക്തനാണ്. വിവേകജാനന്ദ നിമഗ്നചിത്തം വിവേകദാനൈക വിനോദശീലം വിവേകഭാസാ കമനീയ കാന്തിം വിവേകിനം തം സതതം നമാമി. ജയ ജയ സ്വാമിജി നിർമ്മല കീർത്തെ ജയ പുരുഷോത്തമ സേവനമൂർത്തെ. ജയ ജയ സ്വാമിജി നിർമ്മല കീർത്തെ ജയ പുരുഷോത്തമ സേവനമൂർത്തെ. ജയ ജയ സ്വാമിജി. Great monks of Sri Ramakrishna order, respected dignitaries, brothers and sisters, and my dear students. എനിക്കൊരു ചോദ്യമുള്ളത് കുട്ടികളോടാണ്. മറ്റു ജന്തുക്കൾക്ക് ഇല്ലാത്ത അനേകം കഴിവുകൾ മനുഷ്യനുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് അറിയുമായിരിക്കും, ഏറ്റവും അവസാനം ചിന്തിക്കാനുള്ള കഴിവ് വരെ. എന്നാൽ എൻ്റെ ചോദ്യം തിരിച്ചാണ്. മറ്റു ജന്തുക്കൾക്കുള്ളതും മനുഷ്യനില്ലാത്തതുമായ ഒരു കഴിവ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ? ഏതായാലും നിങ്ങളുടെ ഉത്തരത്തിന് വേണ്ടി കാത്തിരിക്കുന്നില്ല, നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടാകാൻ വഴിയില്ല. അതിൻ്റെ ഉത്തരം കിട്ടുമ്പോഴാണ് ശരിക്കും നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാകുന്നത്. നിങ്ങളുടെ അറിവില്ലായ്മയും ഇൻ്റർനെറ്റിൽ എല്ലാം ഉണ്ട് എന്നുള്ള ബോധവും
എല്ലാം തിരിച്ചറിയണമെങ്കിൽ ഈ ഒരൊറ്റ അറിവ് വേണം. ഇന്ന് ജനിച്ചു വീഴുന്ന പാമ്പിൻ്റെ കുഞ്ഞിന് അതിന് തവളയെ പിടിക്കാൻ അറിയാം, നിങ്ങളെ കടിക്കാൻ അറിയാം. ഇന്ന് ജനിച്ചു വീഴുന്ന മീനിൻ്റെ കുഞ്ഞിന് നീന്താൻ അറിയാം, ഭക്ഷണം കഴിക്കാൻ അറിയാം. പക്ഷേ ഇന്ന് ജനിച്ചു വീഴുന്ന ഒരു മനുഷ്യ ജന്തുവിന് യാതൊന്നും അറിയില്ല. അതിൻ്റെ തലച്ചോറ് ഓൾമോസ്റ്റ് ബ്ലാങ്ക് ആണ്. അതിനാകെ അറിയാവുന്നത് സക്കിൾ ചെയ്യാനാണ്, മുലപ്പാൽ വലിച്ചു കുടിക്കാനാണ്. അതിനപ്പുറത്തേക്ക് ഒരു അറിവുമില്ലാതെയാണ് ഒരു മനുഷ്യൻ ജനിച്ചു വീഴുന്നത്. ആ ബോധം നമുക്കുണ്ടെങ്കിൽ നമുക്ക് എത്ര അറിവ് നേടാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഒരു മനുഷ്യ ജീവിതം കൊണ്ട് ഒരാൾക്ക് എത്ര അറിവ് നേടാം. മനുഷ്യന് ഒരു സമൂഹത്തിൽ ജീവിക്കാൻ, കാരണം മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്, മിനിമം അറിവുകൾ ഒരാൾക്ക് കൊടുക്കുക എന്നതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണം. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽ ഇവിടെ ആശ്രമത്തിൽ വരുന്നുണ്ട്. എൻ്റെ ഏത് സംശയത്തിനും ഞാൻ ചോദിച്ചിരുന്ന ചക്രാനന്ദ സ്വാമിജിയാണ്. സ്വാമിജിക്ക് പ്രണാമം. ഞാൻ മിക്കവാറും എല്ലാ കാര്യങ്ങളും ശ്രീരാമകൃഷ്ണൻ്റെ കൺവെൻഷൻ കൽക്കട്ടയിൽ പോയി അവിടെ പോയി താമസിച്ച് 2 ആഴ്ച ഇത് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ എൻ്റെ വളർച്ചയിൽ ശ്രീരാമകൃഷ്ണ ആശ്രമത്തിന് ഒരുപാട് പ്രസക്തിയുണ്ട്. നിങ്ങളെല്ലാവരും, നമ്മൾക്ക് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും, മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ശ്രീരാമകൃഷ്ണാശ്രമങ്ങൾ കാണാം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ അവിടെയൊക്കെ പോകുക, അവിടെയുള്ള സ്വാമിമാരെ പരിചയപ്പെടുക, അവരോട് ചോദ്യങ്ങൾ ചോദിക്കുക, സംശയങ്ങൾ ചോദിക്കുക. നിങ്ങളുടെ സംശയങ്ങളാണ് അവർ മറുപടി പറയുന്നത്. അവരാരും നിങ്ങളുടെ പുറത്തേക്ക് കയറി വന്ന് നിങ്ങൾക്ക് അറിവ് തരാൻ വേണ്ടി വരില്ല. അപ്പം നിങ്ങളെ ഇതിനകത്തേക്കൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഇനി നമ്മുടെ ഇതിൻ്റെ സ്വാഗതം പ്രസംഗത്തിന് വേണ്ടിയിട്ട് ഞാൻ സ്വാമി നന്ദനാത്മജ ആനന്ദ്ജിയെ ക്ഷണിക്കുന്നു. അദ്ദേഹം പ്രബുദ്ധ കേരളത്തിൻ്റെ എഡിറ്ററാണ്, തൃശ്ശൂർ ആശ്രമത്തിൽ നിന്നാണ്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീരാമകൃഷ്ണ വിശ്വക്ഷേത്രത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷവും 24ാമത് അഖില കേരള ശ്രീരാമകൃഷ്ണ ഭക്തസമ്മേളനവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു യുവ സമ്മേളനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. യുവത്വവും മൂല്യങ്ങളും എന്നുള്ളതാണ് ഈ പരിപാടിയുടെ വിഷയം. നമുക്കറിയാം, വിവേകാനന്ദ സ്വാമികൾ യുവാക്കളുടെ മുമ്പിൽ വെച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലാവരുടെയും ഉള്ളിൽ അപാരമായ സാധ്യതകൾ ഉറങ്ങുന്നു എന്ന കാര്യമാണ്. ഏതൊരു മനുഷ്യൻ്റെയും ഉള്ളിൽ അപാരമായ സാധ്യതകളുണ്ട് എന്നതാണ്. വിവേകാനന്ദ സ്വാമികൾ നമ്മുടെ മുമ്പിൽ വെച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ചിന്തകളാണ് പ്രവൃത്തിയായി തീരുന്നത്, ആ പ്രവൃത്തിയാണ് നിങ്ങളുടെ ശീലങ്ങളായി പരിണമിക്കുന്നത്, ആ ശീലമാണ് നിങ്ങളുടെ സ്വഭാവമായി തീരുന്നത്, ഈ സ്വഭാവമാണ് നിങ്ങൾ ആരാണ് എന്ന് ചിന്തിക്കുന്നത്. ചുരുക്കത്തിൽ നിങ്ങളുടെ ചിന്തയാണ് നിങ്ങളെ രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നിവിടെ കൊടുത്തിരിക്കുന്ന ഈ വിഷയം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, യുവത്വവും മൂല്യങ്ങളും. അതായത് മൂല്യങ്ങളാണ് ചെറുപ്പം മുതലേ നാം വളർത്തിയെടുക്കേണ്ടത്. ഈ ഒരു കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഈ യുവ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് ശിവകാന്താനന്ദജി മഹാരാജാണ്. സ്വാമിജി ശിവനഹള്ളി ശ്രീരാമകൃഷ്ണ മഠത്തിൽ നിന്നുമാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. കർണാടകത്തിലാണ് ശിവനഹള്ളി മഠം പ്രവർത്തിക്കുന്നത്. നല്ലൊരു പണ്ഡിതനാണ് അദ്ദേഹം. ഇംഗ്ലീഷിൽ നന്നായിട്ട് പ്രഭാഷണങ്ങൾ നിർവഹിക്കുന്ന ഒരാളാണ്. സ്വാമിജിയെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സ്വാമിജി. ഇനിയും ഇവിടെ മുഖ്യപ്രഭാഷകയായിട്ട് എത്തിയിട്ടുള്ളത് ശ്രീമതി ദിവ്യ എസ് അയ്യർ ആണ്. അവർ പ്രശസ്തയായ IAS ഉദ്യോഗസ്ഥയാണ്. മാത്രമല്ല പല ജില്ലകളിലും ജില്ലാ കളക്ടറായിട്ട് അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. അവർ നല്ലൊരു പ്രഭാഷകയാണ്.
മാത്രമല്ല ഞങ്ങളുടെ ഒരു വ്യക്തിപരമായ അനുഭവം, തൃശ്ശൂരിൽ വിവേകാനന്ദ സ്വാമികളുടെ ഒരു പ്രതിമ ടൗണിൽ സ്ഥാപിക്കുന്നുണ്ട്. അതിനെല്ലാവിധ പിന്തുണകളും നിർവഹിച്ചിട്ടുള്ളത് ശ്രീമതി ദിവ്യ എസ് അയ്യരാണ്. ഈ ഒരു കാര്യം പ്രത്യേകമായിട്ട് ഇവിടെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ദിവ്യ എസ് അയ്യരെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇനി അടുത്തതായിട്ട് സ്വാമി വീരഭദ്രാനന്ദജി മഹാരാജ്. അദ്ദേഹം ഹരിപ്പാട് ശ്രീരാമകൃഷ്ണ മഠത്തിൻ്റെ അധ്യക്ഷനാണ്. ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും പ്രഭാഷണങ്ങൾ നിർവഹിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹം വിവിധ ഭാഷകളിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള ഒരാളാണ്. മലേഷ്യയിൽ ഉൾപ്പെടെ പലയിടത്തും ശ്രീരാമകൃഷ്ണ മഠത്തിൻ്റെ അധ്യക്ഷനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. സ്വാമിജിയെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സ്വാമി നരസിംഹാനന്ദജി മഹാരാജ്. സ്വാമിജി കോഴിക്കോട് രാമകൃഷ്ണ മിഷൻ്റെ സെക്രട്ടറിയാണ്. സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച ഇംഗ്ലീഷ് മാഗസിൻ പ്രബുദ്ധ ഭാരതത്തിൻ്റെ മുൻ എഡിറ്ററാണ്. മാത്രമല്ല ഇന്ത്യയിലുടനീളം പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. നരസിംഹാനന്ദജി മഹാരാജിനെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇനിയും ഈ പരിപാടിക്ക് അവതരണം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് MP ജോർജാണ്. അദ്ദേഹം സംസ്ഥാന ഡ്രഗ്സ് കൺട്രോളറായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം ഒരു ശ്രീരാമകൃഷ്ണ ഭക്തനാണ്. ജോർജ് സാറിനെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളും. ശ്രീ ഡിനിൽ ഡി ആചാരി. അദ്ദേഹം ഒരു ശ്രീരാമകൃഷ്ണ ഭക്തനാണ്. ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിനിൽ ഡി ആചാര്യയെ ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളും. ഇവിടെ പ്രാർത്ഥന നടത്തിയത് പ്രതീഷ് ബാലനാണ്. അദ്ദേഹം ചെന്നൈയിൽ നിന്നുമാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് എത്തിയത്. അദ്ദേഹം വളരെ മനോഹരമായ ഒരു കീർത്തന ആലപിച്ചുകൊണ്ട് നമ്മളെല്ലാം ത്രസിപ്പിക്കുകയുണ്ടായി. പ്രതീഷ് ബാലനെ ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇനി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ യുവാക്കളെയും ഭക്തജനങ്ങളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. Now I invite Swamiji Shivakanandanji, Sri Ramakrishna Math, Chivanahalli. He is a great scholar and great orator. Welcome. I am very excited to see so many youngsters. എല്ലാവർക്കും നമസ്കാരമാണ്. പക്ഷേ ഞാൻ ആദ്യം ഇവിടെ ഉണ്ടായിരുന്നു. I was here for 6.5 years and I was able to converse with the people for the sake of the work. You know, I actually belong to Ramakrishna Mission Shivnalli. It is not Ramakrishna Math Shivnalli. I think you all know about the little bits and pieces of Ramakrishna Math and Ramakrishna Mission, which was started by Swami Vivekananda. These are the two twin organizations managed by the monastics of the Ramakrishna order. It's called Ramakrishna Sangha. And the youths need some role model. Guru Adarsha Venam. So the Indian government in 1985 thought who will be the best role model to give them from our own Indian great genius people, and they found out that the best role model for the youths is Swami Vivekananda. The then Prime Minister Rajiv Gandhi declared the birth date of Swami Vivekananda as National Youth Day. So from then on, there are several conferences and the involvement of the youths in the name of Swami Vivekananda. So what is the greatness of Swami Vivekananda? To make him as a role model
for the youths. Youths are especially very vibrant and very energetic. You know, we boast as the Indians, we have 15 to 29, between the age of 15 to 29, we have 29% of the population. That means we have 400 million youngsters under the age of 29, and we have 65% of the population who are below 35 years of age. So it's the greatest asset. The asset of the human resource is the greatest asset, but if you do not channelize that asset in the proper way for the individual, national and global, there will be a catastrophic effect on the whole universe. That's what's happening now in the face of this Iran and American war, etc., etc. So the youths must be guided properly, and that's where Swami Vivekananda stands out. He taught both the secular education and as well as the spiritual education. He practiced it, and he achieved the highest in each channel and demonstrated in the span of within 40 years, not even 40 years, he showed what a man can achieve, both in the mundane as well as the spiritual. That is why he is the role model for the sannyasins as well as the youngsters, for the sannyasins as well as the achievers, and the sannyasins as well as the scientists, educationists, anywhere. If you take him, he will be the role model for each and every individual of the universe for 1,500 years, another future of 1,500 years. That's why the Chakravarti Rajagopalachari said about Swami Vivekananda that Swami Vivekananda saved our nation and saved our religion. But for him, we would not have gained the independence and would have lost our religion. So he worked both for the religion as well as for the humanity. When he went to Chicago, he did not have any credentials in his hand to represent the Hinduism in the Parliament of Religions. So when he went to Boston to save some money from Chicago, he was a guest for Professor Henry Wright, a very accomplished professor in Harvard University. So after conversing for a few days, Henry Wright asked Swamiji, why did you come to America? He said so and so, so and so, so and so. To that, professor replied, to ask your credentials, Swamiji, is asking the sun to state its right to shine. Then he wrote the credentials. Here is a man who is more learned than all our learned professors put together. This was the writing in his credentials. Then he represented as a Hindu monk in Chicago Parliament of Religion, 11 September 1893. Rest is the history. So this is about Swami Vivekananda. So the youths will be having a malleable period. Malleability, you know, you all the students of science, at least some of you, the malleability is the ability of the material to take the force and take the shape. If there is no malleability, if there is rigidity, there is a brittleness, it won't mold. So to mold your life, you need some molds. You know, you have to cast your character in some mold. So that the best mold that is available today for you all is Swami Vivekananda. So we have the erudite scholars and wonderful monks sitting here on the dais, Swami Narasimhananji, Swami Veerabhadrananji and all. They are experts in this field to give you all the things that are needed for you to get enlightened and to know more about Swami Vivekananda and how to take those inputs and to build your own career. Karnataka, there is a great author, the Karnataka Sahitya, D.V. Gundappa, we say. He has written a book about Gita as Jivana Dharma Yoga. It is a manual of life, how to conduct ourselves, how to bring this knowledge of Upanishads into our day-to-day life. That is what the Gita teaches. It must be practical, it must be applicable. So Swamiji will speak about Swami Vivekananda, how Swami Vivekananda and Sri Krishna both are teaching the same Upanishads in the same fashion. So I welcome all the monks
here, and also our dignified chief speaker Divya S. Iyer, and also the youngsters, and also the local people of Kaladi. Thank you. അടുത്തതായി മുഖ്യപ്രഭാഷണത്തിനായി ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS, ദ ഗ്രേറ്റ് ഒറേറ്റർ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ മുന്നിൽ ഇന്നിവിടെ നിൽക്കുന്നത്. കാരണം ഇവിടെ എത്തിച്ചേർന്ന് നിങ്ങളിൽ ഒരാളായി സ്വാമി വിവേകാനന്ദൻ്റെ ദർശനത്തെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കാനൊരവസരം ലഭിക്കുക എന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അംഗീകാരമാണ്. അതിനും ഒരു കാരണമുണ്ട്. അത്രമാത്രം ഒരുപക്ഷെ ഈ കഴിഞ്ഞ ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ സ്വാമിജി എന്നോട് ചോദിക്കുകയായിരുന്നു എന്ത് പ്രായമായി എന്നുള്ളത്. അപ്പോൾ ഈ വർഷം 42 വയസ്സാകും. അപ്പോൾ ഈ 42 വർഷങ്ങളായി എന്നെ ഏറ്റവും അധികം കാലം സ്വാധീനിച്ചിട്ടുള്ള വ്യക്തി ആരാണ്, അല്ലെങ്കിൽ ചിന്താധാര ഏതാണ് എന്ന് ചോദിച്ചാൽ അത് സ്വാമി വിവേകാനന്ദനാണ് എന്നുള്ളത് നിസ്സംശയം എനിക്ക് പറയാൻ സാധിക്കില്ല. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ വണ്ടിയിലിരിക്കുമ്പോൾ ഫോണിൽ പഴയ കൊച്ചുനാളിലെ ചിത്രങ്ങൾ ഉള്ളൊരു ചെറിയൊരു ഫോൾഡറുണ്ട് ഫോണിൽ, അതെടുത്ത് വെച്ചിട്ട് നോക്കുകയായിരുന്നു. അപ്പോൾ അതിൽ ഒരു ചിത്രം എൻ്റെ മുറിയിൽ ഞാൻ നിൽക്കുന്നതും പുറകിൽ സ്വാമി വിവേകാനന്ദൻ്റെ പടം വെച്ചിരിക്കുന്നതായിട്ടുള്ളൊരു ചിത്രമുണ്ട്. അത് ഞാൻ എപ്പോഴും ഫോണിൽ സൂക്ഷിക്കുന്ന ഒരു ചിത്രമാണ് കുട്ടിക്കാലത്തുള്ളത്. അന്ന് കന്യാകുമാരിയിലേക്ക് സ്കൂളിൽ നിന്നും ഒരു 1 ഡേ എക്സ്കർഷൻ എന്ന നിലയിൽ ഞങ്ങളെ കുട്ടികളെ എല്ലാവരെയും കൂടെ കൊണ്ടുപോയതായിരുന്നു. അവിടെ കൊണ്ടുപോയപ്പോൾ കയ്യിൽ കുറച്ച് പൈസ പോക്കറ്റ് മണിയായിട്ട് ചിലവാക്കാനായിട്ട് വീട്ടിൽ നിന്ന് തന്നയച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും. അന്ന് അവിടെ പോയതിന് ശേഷം സ്വാമി വിവേകാനന്ദൻ്റെ ഒരു അതിമനോഹരമായ ഒരു ചിത്രം, സാധാരണ നമ്മൾ കാണുന്ന ഫ്രെയിം ചെയ്ത് വെച്ചതുപോലെയല്ല, പായയിൽ ഇങ്ങനെ തൂക്കിയിട്ടുന്ന കട്ടൗട്ട് പോലെയുള്ളൊരു ചിത്രമായിരുന്നു. അപ്പോൾ ആ കുട്ടിക്കാലത്ത് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആവേശമായിരുന്നു. എനിക്ക് ആ ചിത്രം എങ്ങനെയെങ്കിലും വാങ്ങിച്ചേ മതിയാകും. അപ്പോൾ കടയിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അല്പം വില കൂടുതലാണ്. അപ്പോൾ കയ്യിലുള്ള പൈസ എല്ലാം കൂടെ നുള്ളിപ്പറക്കി, അന്ന് ശരിക്കും ഭക്ഷണം കഴിച്ചോന്ന് പോലും എനിക്ക് ഓർമ്മയില്ല, അതിനുള്ള പൈസയും കൂടെ ചേർത്ത് വെച്ചിട്ട് ഈ ചിത്രം തിരിച്ച് വീട്ടിലേക്ക് വാങ്ങിച്ചുകൊണ്ട് വരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അന്ന് വേറെ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല, അത് കയ്യിൽ കിട്ടിയെന്നുള്ള ആഹ്ലാദമായിരുന്നു മനസ്സെന്നറിയാം. അദ്ദേഹത്തിൻ്റെ ജീവിതപാതയിൽ നിന്നും പഠിച്ച കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ടാണ് ഞാനിന്നിവിടെ സംസാരിക്കാൻ എത്തിച്ചേരുന്നത്. ഞാനതിലൊരു പണ്ഡിതയല്ല, അത് പഠിക്കണം എന്ന് വെച്ച് അത് വളരെ ഔപചാരികമായി പഠിച്ചിട്ടുള്ള വ്യക്തിയല്ല. പക്ഷേ എനിക്ക് ഓർമ്മ വെച്ച ഒരു പ്രായം മുതൽ അത് നെഞ്ചിലേറ്റിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലെന്തെങ്കിലും തരത്തിലുള്ള വസ്തുതാപരമായ പിഴവുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നും കൂടി ആദ്യം തന്നെ സൂചിപ്പിക്കുകയാണ്. വിദ്യാഭ്യാസം എന്നുള്ളതിൽ എങ്ങനെയാണ് ഇന്നും, ഇവിടെ ആദരണീയനായ അധ്യക്ഷൻ സൂചിപ്പിക്കുകയുണ്ടായി, ഇന്നും നമ്മൾക്ക് ഓരോരുത്തർക്കും ഹീസ് ദ ബെസ്റ്റ് റോൾ മോഡൽ അവൈലബിൾ എന്നുള്ളത്, അല്ലേ? എങ്ങനെയാണ് ഒരു നൂറ്റാണ്ട് മുൻപ് ജീവിച്ച ഒരു വ്യക്തിയുടെ ജീവിതം ഇന്നും നമ്മുടെ വിദ്യാഭ്യാസ മുറകൾക്ക് വെളിച്ചം വീശുന്നത് എന്നുള്ളതാണ് യഥാർത്ഥ ചോദ്യം, അല്ലേ? അതിൽ എന്തുകൊണ്ടാണ് ഒരുപക്ഷെ സ്വഭാവ രൂപീകരണത്തിന് അദ്ദേഹം അത്രയും അധികം പ്രാധാന്യം നൽകിയതും ആ പ്രാധാന്യം എന്തുകൊണ്ടാണ് ഇന്ന് പ്രസക്തമായി നമ്മൾ കാണേണ്ടുന്നത് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടുന്ന പ്രത്യേകമായിട്ടുള്ള ചില ഘടകങ്ങൾ എന്നുള്ളത്. വിദ്യാഭ്യാസം എന്നുള്ളത് എന്താണ് എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, അല്ലേ? മനുഷ്യനിലെ പൂർണ്ണതയുടെ
പ്രകടനമാണ് വിദ്യാഭ്യാസം എന്നുള്ളത്, അല്ലേ? ഇപ്പോൾ മനുഷ്യനിലെ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ചിന്തകളും സ്വഭാവവും പ്രവൃത്തിയും എല്ലാം പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള കർത്തവ്യമായി അദ്ദേഹം കണ്ടത്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം എന്നുള്ളത് നമ്മൾ വിചാരിക്കുക നമുക്ക് പല സ്രോതസ്സിൽ നിന്നും വിദ്യ ആർജിക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസം എന്നുള്ളത്, അല്ലേ? പക്ഷേ യഥാർത്ഥത്തിൽ വിദ്യ ആർജിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തെ പരിപാവനമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി വിദ്യാഭ്യാസത്തിനുണ്ട് എന്നുള്ളതാണ് അതിൽ ഒതുങ്ങിയിരിക്കുന്ന മറ്റൊരർത്ഥമായി ഞാൻ കാണുന്നത്. വിദ്യ അരുളുക തമ്പുരാനെ, മണ്ണിലിരുന്നിടും തമ്പുരാനെ, പാവങ്ങൾ ഞങ്ങൾ തൻ പഞ്ചേന്ദ്രിയങ്ങളും പാവനമാക്കുക തമ്പുരാനെ എന്ന ഒരു കവിവാചകമുണ്ട്. അക്കിത്തത്തിൻ്റെ വിദ്യ തരിക എന്ന് പറയുന്ന കവിതയാണ്. അതിലും സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ അതേ മനുഷ്യൻ്റെ പൂർണ്ണത എന്നുള്ളത് നിരന്തരമായി ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യ മനസ്സിൻ്റെ പ്രകടനമാണ് എന്നുള്ളതാണ് പഞ്ചേന്ദ്രിയങ്ങളും പാവനമാക്കുക എന്ന് പറയുന്നതിലൂടെ അർത്ഥമാക്കുന്നത്. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ പോലും അവരവർ സ്വയം കണ്ടുപിടിച്ചതാണ് എന്ന അഹന്തയിലാണ് മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്, അല്ലേ? നമ്മളൊന്ന് സെർച്ച് എഞ്ചിനിൽ കയറി ഒരു കുറി കൊടുത്തു എന്നുള്ളത് കൊണ്ട് മാത്രം അതിൽ നിന്നും തിരിച്ചു വരുന്ന വിവരം പോലും നമ്മൾ സ്വയം കണ്ടെത്തിയതാണ് എന്നുള്ള അഹന്തയിലാണ് പലപ്പോഴും മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ട് ജീവിക്കുന്നത്. സമൂഹ മാധ്യമം തുറന്നാൽ അതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്നെക്കാളും നിനക്ക് അറിവൊന്നുമില്ല, നിന്നെക്കാളും എനിക്കെല്ലാം അറിയാം എന്നുള്ള ഒരു മിഥ്യാബോധമാണ്. ആ മിഥ്യാബോധം മനുഷ്യന് യഥാർത്ഥത്തിൽ ഉണ്ടാവുന്നത് അറിവ് അഹന്തയിലേക്ക് നയിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ശ്രീനാരായണ ഗുരു വളരെ ലളിതമായി അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം അറിവ് എന്നുള്ളത് യഥാർത്ഥത്തിൽ അഹന്തയിലേക്കല്ല നയിക്കേണ്ടത്, യഥാർത്ഥ അറിവ് ആർജിക്കും തോറും അറിവ് അലിവിലേക്കാണ് നയിക്കുന്നത് എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ പറഞ്ഞ 3 പ്രക്രിയയിലൂടെ കടന്നുപോയി ഈ പഠനത്തിലൂടെ കടന്നു പോകുന്നവർക്ക്, അതായത് കുറുക്കുവഴികളില്ലാതെ ഈ അധ്വാനിച്ച് പരിശ്രമിച്ച് പഠനത്തിലേക്ക് എത്തിച്ചേരുന്നവർക്ക് അറിവ് അഹന്തയിലേക്കല്ല അലിവിലേക്കാണ് നയിക്കുന്നത്. ആ അലിവ് പിന്നീട് സാർവജനീയമായി ലോകത്തിൽ നമ്മുടെ പ്രവൃത്തിയിലൂടെ പ്രതിഫലിക്കുമ്പോൾ അത് അരുളായി മാറുന്നു എന്നാണ് ശ്രീനാരായണ ഗുരു പറയുന്നത്. ആ മനോഹരമായിട്ടുള്ള ഒരു പരിണാമം എന്നുള്ളത് അറിവ്, അറിവിൽ നിന്നും അലിവ്, അലിവിൽ നിന്നും അരുൾ, ആ ഒരു പരിണാമം എന്നുള്ളത് കൈവരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ പൂർണ്ണത എന്ന് സ്വാമി വിവേകാനന്ദനും സൂചിപ്പിച്ചത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിലേക്ക് എത്തിച്ചേരുവാനുള്ള നിരന്തര പരിശ്രമത്തിൽ ഏർപ്പെടുവാൻ ഊർജവും അതിനുള്ള ആവേശവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ അവസരം ലഭ്യമാക്കിയതിന് ഏറെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമസ്കാരം. അടുത്ത ഫെലിസിറ്റേഷൻസിന് വേണ്ടി സ്വാമി നരസിംഹാനന്ദ്ജിയെ ക്ഷണിച്ചുകൊള്ളുന്നു. അദ്ദേഹം സെക്രട്ടറി, രാമകൃഷ്ണ സേവാശ്രം, കോഴിക്കോട്, പ്രബുദ്ധ ഭാരതത്തിൻ്റെ മുൻ എഡിറ്ററാണ്. Skill development I am able to see. I have an extraordinary skill. First time I started speaking, a lady came and told me, Swamiji, you have an extraordinary skill to speak. How did you recognize that? For last 3 years, I was having sleeping problems at night. From the day I started listening to your lectures, within 20-30 minutes, I start dozing off. And last 6 months, I am able to sleep nicely. You are one of the persons for restoring my health. Now I am finding youngsters have developed a special skill. Climate is like that. And the
matters that we are discussing also is highly taxing on the skull. It requires extraordinary energy and agility to keep oneself awake. So tremendous strength is required. So now to wake all of us up, let us give you a clap. This clap is not for youngsters. This is for elders who are interested in the development of the youngsters. So we have to appreciate the elders, especially Swami Sri Vidyanandaji, the monastic team, and also the devotees of Advaita Ashrama Ramakrishna Math Kaladi. We have to congratulate them for having arranged this meeting, because hardly anybody is interested in youth, however we may boast. So this special appreciation is for the Kaladi Ashrama and the team, entire team who have organized this function, giving special focus for the youths of India. With this introduction, I offer my namaskarams to senior Swamis, namaskarams to elite personalities on the stage, to all the devotees, and special namaskarams to youths of India on whom Swami Vivekananda had an extraordinary faith and belief. This is the age-old tradition of India. 2-3 years before I heard this incident, a girl had come and told me, I told my mother, she's a management degree holder, I told my mom, my elder sister's marriage I will manage. And my mom told, Adi kadakkatta kochukutti. Chinna kolanda, akkavoda marriage manage panna poriyani, that we will take care of. As you look at the history of India, from the age-old time, there's tremendous faith on the youngsters. And that same ancient ideal Vivekananda brought and made it blossom into this country. He says, my faith is in the younger generation, the modern generation. Out of them will come my workers who will solve the problems like lions. Listening to him came young lions all over India. Chandrasekhar Azad, Bhagat Singh, Veer Savarkar, Subhash Chandra Bose, Bipin Chandra Pal, Subramanya Bharati. They were all great youngsters inspired by Swamiji. There is a beautiful proverb in Tamil, Malayalatile Manasilakam Kariyum, Kadanda Kalamum, Vitta Ambum, Vidinda Alayum, Ayiram Ane Katti Valichalum, Vindum Varambattilliyana. Such is the valuable time of youth. That is why everybody is giving importance to youth. Now, how you give importance to your life is one of the most formidable questions in India. Youth, do you realize your value? If you don't realize your value, hundreds of Vivekanandas cannot bring transformation. This is my firm faith. Thousands of acharyas may come, so many scientists may come. Do you want to change? Sri Ramakrishna goes to the final stage and says, it's a beautiful statement in Bengali, Manush ki komga. Manushan yarkada koranjavan. Manushan arkana koranjavoy. Ishwaranayum kanam batrum. What a statement. Man is lower to whom he can see God himself. And Sri Ramakrishna saw God himself. We can see the Creator. In this world where drones and missiles and bombs are flying, inventing bombs and missiles are nothing. We can see the very God. And Sri Ramakrishna saw God. This is another challenge for youngsters. When I joined, I was 20-year-old boy, Inspired by Swami Vivekananda, I joined the Ramakrishna Math. So there is a tremendous opportunity for you also to know God.
not only know and make scientific inventions, you can make spiritual inventions. You also can know God and become saint. This is a tremendous career opportunity for youngsters. And when you become a Swami or a sannyasi, you will try to see God in everybody, in all the Indians, and start serving them. That is an extraordinary expansion of life. Tremendous possibility of your personality expanding and become one with the whole nation and the whole world. At that time, you will find tremendous powers. All powers of your soul are being manifested when you see in every human being the same God existing, and in an unselfish way, you give up your ego and go and serve God and get tremendous enjoyment. What science cannot give, that joy spirituality can give. With one statement, which is a startling statement, Sri Ramakrishna says, man enjoys bodily pleasures with one instrument. When you see God, listen to it very carefully. When you see God, when you have God realization, this idea of God realization must be put into the brain of youngsters. Swami Vivekananda says, what the world requires today is 20 young men and women who can stand on the street and boldly declare, we don't possess anything except God. Ah, what a marvelous statement. No money, no family, no property, nothing. I possess God. With God, you can take the whole world as your enemy and defeat them. Without God, even if the whole world is with you, you will be finished. And Vivekananda, Sri Ramakrishna saw God, and they found the God in every human being, and the tremendous feeling, the celestial fragrance, the human love came out of their heart, and it engulfed the whole world, based on which the Ramakrishna Mutt and mission has been formed. Tremendous service. All the differences will vanish, whether you are a Hindu or a Muslim or a Christian or a Sikh or a Parsi, all the differences will vanish and you will see God in everybody. This is super science called Adhyatma Vidya. These two opportunities are there for the youngsters. One is the material glory in the day-to-day life. Find out how to overcome examination fear. Find out how to overcome jealousy. Find out how to overcome inferiority complex by invoking the power inside you. You have already got that power. Second is, give up everything, seek God, and by realizing God, serve, seeing God in everyone. Hari Om Namaskaram. May the fiery blessings of Swami Vivekananda be on all of you. Beautiful bookstall is there. Please purchase the books. Ideas are the seeds for revolution. മലയാളത്തിൽ ഞാൻ പറയും, വിപ്ലവത്തോടെ വിത്തുകൾ ചിന്തയിലാണ്. Idea, that is why the Idea company also started their SIM card, Idea. It was based on Vivekananda's idea. Idea creates revolution. In your life also, if you want transformation and revolution, read the ideas. Ideas can ignite your minds. May the blessings of Swami Vivekananda ji be on you. May all success and all benedictions attend you. Hari Om. നമസ്കാരം. ഇവിടെ മുഖ്യപ്രഭാഷണത്തിനായിട്ടെത്തിയ ശ്രീമതി ദിവ്യ എസ് അയ്യർ, നമുക്കറിയാം വളരെ പ്രശസ്തയായ ഒരു വ്യക്തിത്വമാണ്. അവർ തിരുവനന്തപുരത്തു നിന്നുമാണ് ഈ ഒരു പരിപാടിക്ക് വേണ്ടി പങ്കെടുക്കാൻ എത്തിച്ചേർന്നത്. ദിവ്യ എസ് അയ്യർക്കുള്ള ഉപഹാര സമർപ്പണത്തിനായിട്ട് സ്വാമി വീരഭദ്രാനന്ദജിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യം ഇവിടെ ഒരു വക്താവ് പരാമർശിച്ചു, അതായത് നമ്മുടെ ശിവകാന്തൻജി. തൈത്രിയ ഉപനിഷത്തിൽ പറയുന്നു, ആശിഷ്ടോ ദൃഢിഷ്ടോ ബലിഷ്ഠ. അതായത് ആനന്ദത്തിൻ്റെ കണക്ക് ചൊല്ലുകയാണ് ഋഷി അവിടെ. അപ്പോൾ ഏറ്റവും തുടക്കം, ഏറ്റവും കുറഞ്ഞ കണക്ക് എന്താണ്? മനുഷ്യനുണ്ടാകുന്ന ആനന്ദം, ഒരു യുവാവിനുണ്ടാവുന്ന ആനന്ദം. ആ യുവ എങ്ങനെ ഉണ്ടാവണം? ആശിഷ്ട ദൃഢിഷ്ട ബലിഷ്ഠ. അനുഗ്രഹം കിട്ടിയ യുവാവായിരിക്കണം, കായിക ബലമുള്ള യുവാവായിരിക്കണം.
മാനസിക ബലമുള്ള ഉറപ്പുള്ള യുവാവായിരിക്കണം. അങ്ങനെയുള്ള യുവാവാണ് ആദ്യം ഏറ്റവും കുറവായ യൂണിറ്റ് എന്ന് നമ്മൾ പറയും. മാനം, ആനന്ദത്തിൻ്റെ മാനത്തിൻ്റെ ആദ്യ പടികെട്ട്. വിവേകാനന്ദ സ്വാമികളിനെ പലപ്പോഴും നാം ആത്മവിശ്വാസത്തിന് ഒരു പ്രചോദനമായി കാണാറുണ്ട്. ആത്മവിശ്വാസം എന്ന് പറയുമ്പോൾ ആരെങ്കിലും മുന്നിൽ വന്നാൽ ഹലോ, ഹൗ ആർ യു, ഹൗ ഡു യു ഡു, കൈ കുൽക്ക എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു അഭിമുഖം എങ്ങനെ നേരിടണം, പരീക്ഷ എങ്ങനെ എഴുതണം, ഇതൊക്കെയാണ് നാം ആത്മവിശ്വാസം എന്ന് പറയുമ്പോൾ കരുതിയിരിക്കുന്നത്. അതൊന്നല്ല. ഒരു പ്രാവശ്യം ഭഗിനി നിവേദിത, വിവേകാനന്ദ സ്വാമികളുടെ ശിഷ്യയായ ഭഗിനി നിവേദിത അടുത്ത് ഒരാൾ പോയി ചോദിച്ചു, അല്ല വിവേകാനന്ദ സ്വാമികൾ ഇതുപോലെ സമൂഹത്തിന് വേണ്ടിയും രാഷ്ട്രീയത്തിന് വേണ്ടിയും പല കാര്യങ്ങൾ, രാജ്യസ്നേഹത്തിന് വേണ്ടിയുമൊക്കെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ച് സിസ്റ്ററിന് എന്താ അഭിപ്രായം എന്ന്. അപ്പോൾ സിസ്റ്റർ നിവേദിത പറഞ്ഞു, ഒരിക്കലുമല്ല. എൻ്റെ ഗുരുനാഥൻ സിസ്റ്റർ നിവേദിത എപ്പോഴും വിവേകാനന്ദ സ്വാമികളിനെ മൈ മാസ്റ്റർ എന്നും കിങ് എന്നും പരാമർശിക്കുമായിരുന്നു. എൻ്റെ ഗുരുനാഥൻ ഒരിക്കലും ആത്മീയ കാര്യമല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല, ഉപനിഷത്തിൽ വരുന്ന ജ്ഞാനമല്ലാതെ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്ന് ഉറപ്പായി പറഞ്ഞു സിസ്റ്റർ നിവേദിത. അതുകൊണ്ട് വസ്ത്രധാരണ രീതി എങ്ങനെ ആകണമെന്നോ, ടൈ എങ്ങനെ ധരിക്കണമെന്നോ, ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ എങ്ങനെ പറയണമെന്നോ അല്ല ഒരിക്കലും വിവേകാനന്ദ സ്വാമികൾ പറയുന്നത്. എനിക്ക് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, 33 ദേവൻ ദേവിമാരെ നീ വിശ്വസിച്ചുവെങ്കിലും സ്വന്തം തന്നെ വിശ്വസിച്ചില്ലെങ്കിൽ നീ ഒരു അവിശ്വാസിയാണെന്ന് പറഞ്ഞു വിവേകാനന്ദ സ്വാമികൾ. ഇപ്പം നമ്മളെല്ലാവരും എൻ്റെ അടുത്ത് ഈ ശേഷി ഉണ്ട് എന്നുള്ളത് മറന്ന് മറ്റുള്ള ആൾക്കാരുടെ അംഗീകാരമാണ് നാം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എൻ്റെ മുഖം കാണാൻ നന്നായിട്ടുണ്ട്, പക്ഷെ അല്ല, കുറച്ചൊരു പല്ലുണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ എവിടെ പോയാലും എല്ലാവരും പല്ലിൽ ബ്രേസസ് ഇടും. അതിൻ്റെ ശരിക്കുള്ള പേര് ബ്രേസസ് ആണ്, വെറുതെ നാടൻ പേര് ക്ലിപ്പാണ് അല്ലേ. എല്ലാവരും ഇടും. അതുകൊണ്ട് ഡെൻറ്റിസ്റ്റ് ആൾക്കാർ തന്നെ പറയുന്നത് അത് വലിയ ഗുണമൊന്നുമില്ല. ഒരു വർഷം അവർക്ക് കുറേ പൈസ കിട്ടും, അത്രേ ഉള്ളൂ. അപ്പോൾ കാരണം എൻ്റെ മുഖം എനിക്ക് തന്നെ സ്വീകാര്യമല്ല, വേറെ ആരോ പറയണം ഞാൻ കാണാൻ ഭംഗിയാണെന്ന്, വേറെ ആരോ അംഗീകരിക്കണം ഞാൻ ജീവിക്കുന്നുവെന്ന്. ഡോക്ടർ പറഞ്ഞാലേ ഞാൻ ജീവിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ മരിച്ചല്ലോ. അപ്പം അങ്ങനെ മറ്റുള്ള ആൾക്കാർക്ക് അംഗീകാരം അവിടുന്ന് കിട്ടാൻ വേണ്ടി ഇൻസ്റ്റഗ്രാമിൽ പല ഫിൽട്ടർ ഇടുന്നതല്ല ജീവിതം. നമ്മളെ തിരിച്ചറിയാൻ വേണ്ടി വിവേകാനന്ദ സ്വാമികളുടെ ഓരോ വാക്ക് വായിക്കണം. കൊച്ചൊരു പുസ്തകമുണ്ട് മലയാളത്തിൽ, വിവേകാനന്ദൻ്റെ സൂക്തങ്ങൾ. വായിച്ചിട്ടുണ്ടോ? അതൊന്നും വായിച്ചിട്ടില്ല. നമ്മുടെ ആശ്രമത്തിൽ തന്നെ പഠിക്കുന്നു, ശാസ്ത്രമംഗലത്തിൽ തന്നെ പഠിക്കുന്നു, വായിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഈ സൂക്തങ്ങൾ ഇത്ര കുറച്ച് ബുക്കേ ഉള്ളൂ. നിങ്ങൾ കൊണ്ട് നടക്കുന്ന മൊബൈല് അതിനേക്കാളും ഇരട്ടി വലിപ്പമുള്ളതാണ്. കൊച്ചു പുസ്തകം, അതിൽ ഓരോ വാക്ക് വായിക്കണം. അതിൽ പറയുന്നു ഒരിക്കലും പരദൂഷണം പാടില്ല എന്ന്. നമ്മുടെ ആൾക്കാരൊക്കെ ഇപ്പോൾ പരദൂഷണത്തിൽ PhD ആണ്. ഇത് തന്നെയാണ് സ്ഥിരം പണി. അത് തുടങ്ങിയവർ ആണോ, ആ കൊച്ചെങ്ങനെയാണോ, പിന്നെന്താ? അപ്പോൾ പരദൂഷണം അരുത്, അത് നമ്മളെ ദുർബലരാക്കുന്നു. അങ്ങനെ എത്രയോ മനസ്സിന് കരുത്ത് നൽകാനും സ്വഭാവ രൂപീകരണത്തിനും ഉതകുന്ന ആശയങ്ങൾ ആ വിവേകാനന്ദ സൂക്തങ്ങളിലുണ്ട്. അത് വായിക്കണം. വായിക്കോ? വാട്സപ്പ് സർവകലാശാലയിൽ മാത്രം വായിക്കണ്ട, വിവേകാനന്ദ സൂക്തങ്ങൾ വായിക്കോ? ഒരാൾ പറയുന്നു വായിക്കാന്ന്. നിങ്ങളുടെ പ്രായമൊക്കെ കഴിഞ്ഞു, യുവാക്കളിനെയാണ് ഉദ്ദേശിച്ചത്. വായിക്കോ? അതിൽ മതത്തിനെ കുറിച്ചൊന്നും പറയുന്നില്ല, സ്വഭാവ രൂപീകരണത്തിനെ കുറിച്ച് പറയുന്നു. വായിക്കോ? 10 രൂപ മാത്രമേ ഉള്ളൂ അതിൻ്റെ വില. എത്ര? 10 രൂപയല്ലേ? അത്രയല്ലേ ഉള്ളൂ? ഇവിടെ ഇല്ല, പോയി. 10 രൂപ, 10 രൂപയേ ഉള്ളൂ. വായിക്കോ? ഇവിടെ തന്നെ വാങ്ങിച്ചോ ആദ്യം, എന്നിട്ട് വായിക്ക്. എങ്ങനെ വായിക്കണം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു പേജ് തുറക്കുക, അത് വായിക്കുക. പെട്ടെന്ന് തുറക്കുന്ന പേജിൽ തന്നെ നിങ്ങളെ അമ്പരിപ്പിക്കുന്ന രീതിയിൽ, ആശ്ചര്യം നൽകുന്ന രീതിയിൽ, അതുപോലെ തന്നെ ഒന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ കുറേ വാക്കുകൾ നിങ്ങൾക്ക് കിട്ടും. ഒരു വാക്യം, അതായത് ഒരു സെൻറ്റൻസ് വായിച്ചാൽ മതി, എന്നിട്ട് ഒരു ദിവസം മുഴുവൻ അതിനെക്കുറിച്ച് ചിന്തിക്കാം.
അങ്ങനെ വിവേകാനന്ദ സ്വാമികൾ നമുക്ക് ഊർജം നൽകുന്നു. കാരണം വിവേകാനന്ദ സ്വാമികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഉപനിഷത്തല്ലാതെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ആ ഉപനിഷത്ത് വാക്കുകൾ നമുക്ക് ഊർജം നൽകുന്നു. അതുകൊണ്ട് സ്വാമിജി പറഞ്ഞ പോലെ തന്നെ കഠോപനിഷത്ത് ദിവസം വായിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വായിക്കുന്നതിനേക്കാളും നമുക്ക് മനസ്സിന് കരുത്ത് നൽകുന്ന ഈ കാര്യങ്ങൾ വായിക്കാം. ഏതായാലും ഈ ആശ്രമത്തിൻ്റെ അധ്യക്ഷനായ ശ്രീ വിദ്യാൻജി മഹാരാജിനെ എൻ്റെ നന്ദി അറിയിക്കുന്നു. ഇത്രയും നല്ലൊരു പരിപാടി ഇനിയും 2 ദിവസം നടക്കാനിരിക്കുന്ന ഈ പരിപാടി രൂപീകരിച്ചതുകൊണ്ട് അതിൽ എനിക്ക് വന്ന് കുറച്ചു നേരം സംസാരിക്കാൻ ഈ അവസരം ഉണ്ടാക്കി തന്നതിൽ നന്ദി. നമസ്കാരം. വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടി ദിനിൽ ആചാര്യയെ ക്ഷണിക്കുന്നു. അദ്ദേഹം ആലുവയിൽ നിന്നാണ്, അവിടെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. എൻ്റെ കടമ കൃതജ്ഞത അർപ്പിക്കുക എന്നുള്ളതാണ്. അതിനു മുൻപായിട്ട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ യുവാക്കളോടുള്ള മനസ്സുള്ളവരോടും. കാരണം നമ്മളിവിടെ മഹത്തായ എല്ലാ കാര്യങ്ങളും വിവേകാനന്ദ സ്വാമികളെയും അതേപോലെ ഗുരു മഹാരാജിൻ്റെയും ശാരദാമ്മയുടെയും മറ്റ് എല്ലാ പ്രഗത്ഭരായ മഹത് വ്യക്തിത്വങ്ങളെയും കുറിച്ച് പറഞ്ഞു. നമ്മളുടെ ജീവിതത്തിൽ വിജയിക്കാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ നമ്മളുടെ ഈ ഗേറ്റ് വിട്ടു പോകുമ്പോഴും നമ്മുടെ ഉള്ളിൽ അത് വേണം, നിത്യേന അത് മനനം ചെയ്യണം, അനുവർത്തിക്കണം എന്നുള്ള റിക്വസ്റ്റ് ഉണ്ട്. കാരണം ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ, നമ്മുടെ സ്വാമിജി സൂചിപ്പിച്ച പോലെ പല ചോദ്യങ്ങളുമാണ് യഥാർത്ഥത്തിൽ ആ മനുഷ്യന് യഥാർത്ഥത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ, പരിവർത്തനം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമി നരേന്ദ്രൻ എന്ന ആള് വിവേകാനന്ദ സ്വാമിജിയായി മാറിയത്, ഗൗതമ ബുദ്ധനായി മാറിയത്. ഇങ്ങനെ ഓരോരോ ചോദ്യങ്ങളും പ്രൊഡക്റ്റീവ് ആവണം. ഇനിയുള്ള കാര്യങ്ങൾ ഡിസ്കഷൻസ് വരുന്ന സമയത്തും നിങ്ങളുടെ ഭാഗത്തുനിന്നും അങ്ങനെ പ്രൊഡക്റ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണം, ഡിസ്കഷൻ വേണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഋഗ്വേദം പറയും പോലെ തന്നെ ഋഗ്വേദം അവസാനിക്കുന്നത് സംഘടനാ സൂക്തത്തിലാണ്. ഐക്യമത്യ സൂക്തം എന്ന് പറയും. സംഗച്ഛത്വം സമ്പദത്വം സംഭവമനാൻസി ജാനതാം. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് മുന്നേറാം, ഒരേപോലെ സംസാരിക്കാം, ഒരേ മനസ്കരായിട്ട് ഒരേ ലക്ഷ്യത്തിനായി പ്രവർത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് കൃതജ്ഞത അർപ്പിക്കാൻ അധ്യക്ഷൻ ശ്രീമദ് സ്വാമി ശിവകാന്താനന്ദജി മഹാരാജ് അവർക്കാണ്. അദ്ദേഹം ശിവനഹള്ളി ശ്രീരാമക്ഷമഠത്തിൽ നിന്നാണ് വരുന്നത്, ബാംഗ്ലൂർ. ഏറെ കഷ്ടതകൾ സഹിച്ച് അല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടിയാണ് അദ്ദേഹം ഇവിടെ വന്നിട്ട് നമുക്ക് വേണ്ടിയിട്ട് വളരെയധികം അറിവുകൾ പകർന്നു തന്നത്. അപ്പം അദ്ദേഹത്തിന് കാലടി ശ്രീരാമകൃഷ്ണ അദ്വൈതാശ്രമത്തിൻ്റെ പേരിൽ ഞാൻ കൃതജ്ഞത അർപ്പിക്കുകയാണ് ആദ്യമായിട്ട്. രണ്ടാമതായി ശ്രീമതി ദിവ്യ സയ്യർ IS. ഇതിന് മുമ്പ് ഇപ്പോൾ MD ആണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിൻ്റെ. ഇതിന് മുൻകാലങ്ങളിൽ അവർ ഡോക്ടറായിട്ടും കളക്ടറായിട്ടും സബ് കളക്ടറായിട്ടും അതേപോലെ നിരവധി മേഖലയിൽ പ്രവർത്തിച്ചൊരു പരിചയമുണ്ട്. അതേപോലെ ഗ്രന്ഥകാരിയാണ്. ഭാഷണം കേട്ടപ്പോൾ തന്നെ അറിയാം, വാഗ്മിയാണ്, ശ്രീരാമകൃഷ്ണ ഭക്തയാണ് കുട്ടിപ്രായം മുതൽക്ക്. കുട്ടിയുടെ കാര്യം തന്നെ ഇവിടെ ഉദ്ബോധിപ്പിച്ചപ്പോൾ പറയാം, എനിക്കത് കേട്ടപ്പോൾ തന്നെ വന്നത് നമ്മുടെ സ്വാമിജിയാണ്, വിവേകാനന്ദ സ്വാമിജി. കാരണം സ്വാമിജി തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്വാമിജിയുടെ അമ്മ കാരണമാണ് സ്വാമിജി ഇന്ന് ഈ നിലയിലെത്തിയെന്ന്. കാരണം ഈശ്വരനാമം അല്ലാതെ ജപിക്കില്ലായിരുന്നു. അപ്പോൾ ശിവനായിട്ട് എനിക്ക് കുട്ടിയെ അങ്ങ് കുട്ടിയായിട്ട് വരണമെന്ന് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഒരു റിസൾട്ട് എന്നോണമാണ് ഞാനായത് എന്ന് പറയാറുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ടി ഇതേപോലെ വലിയൊരു വിവേകാനന്ദ സാഹിത്യത്തിലും എല്ലാ അഗാധ പാണ്ഡിത്യമുള്ള ദിവ്യ SIR മാഡം ഇവിടെ അവരുടെ വിലപ്പെട്ട സമയവും അറിവും നമുക്ക് വേണ്ടി പങ്കുവച്ചു. ആ മേഡത്തിൻ്റെ അഭാവത്തിലും ഞാൻ കാലടി ശ്രീരാമകൃഷ്ണ അദ്വൈതാശ്രമത്തിൻ്റെ പേരിൽ കൃതജ്ഞത അർപ്പിക്കുകയാണ്. പിന്നെ അടുത്തതായിട്ട് സ്വാമി വീരഭദ്രാനന്ദ മഹാരാജ്. അദ്ദേഹം ഹരിപ്പാട് രാമകൃഷ്ണ മഠത്തിൻ്റെ മഠാധിപതിയാണ്. ഒരു ഇന്ത്യക്ക് വെളിയിലും അദ്ദേഹം പോയി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഭാരതത്തിലുടനീളം പ്രഭാഷണം നടത്തി വരുന്നുണ്ട്, യുവജന ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വളരെ എനർജൈസിങ് ആയിട്ടുള്ളൊരു സെഷൻ തന്നെയായിരുന്നു. സ്വാമിജിക്കും ഞാൻ കാലടി
ശ്രീരാമശബട അദ്വൈതാശ്രമത്തിൻ്റെ പേരിൽ കൃതജ്ഞത അർപ്പിക്കുകയാണ്. അടുത്തതായി നരസിംഹാനന്ദജി മഹാരാജ്, അദ്ദേഹം തന്നെ നമ്മളെ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് എഴുന്നേൽപ്പിച്ച ആളാണ്. കോഴിക്കോട് രാമകൃഷ്ണമഠം മഠാധിപതിയാണ്. അതുപോലെ പ്രബുദ്ധ ഭാരത മാസിക സ്വാമി വിവേകാനന്ദൻ തുടങ്ങി വെച്ച മാസികയാണ്. അതിൻ്റെ മുൻ എഡിറ്ററായിരുന്നത് സേവനമനുഷ്ഠിച്ചയാളാണ്. ഇതുപോലെ ഭാരതത്തിലുടനീളം പ്രഭാഷണം നമ്മുടെ വിവേകാനന്ദനെയും അതേപോലെ നമ്മൾ ഗുരുമഹാരാജിനെയും കുറിച്ചെല്ലാം ശാരദാമ്മയെയും കുറിച്ചെല്ലാം അതുപോലെ ഉപനിഷത്തിലും എല്ലാം പ്രഭാഷണം നടത്തി വരുന്നയാളാണ്. അപ്പം നമുക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അറിവ് പങ്കുവച്ചതിൽ കാലടി ശ്രീരാമകൃഷ്ണമഠത്തിൻ്റെ അദ്വൈതാശ്രമത്തിൻ്റെ പേരിൽ ഞാൻ കൃതജ്ഞത അർപ്പിക്കുകയാണ്. സ്വാഗത പ്രാസംഗികനായ നമ്മുടെ നദാർനാജി മഹാരാജ്, അദ്ദേഹം പ്രബുദ്ധ കേരള മാസികയുടെ എഡിറ്ററാണ്. പുറംനാട്ടുകര കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നു. എപ്പോൾ വിളിച്ചാലും നമുക്കൊരു വിളിപ്പുറത്തുള്ള ഒരാളാണ്. ഏത് സംശയവും ചോദിക്കാം. എപ്പോഴും നമുക്ക് ടാഞ്ചിബിളായിട്ടൊരു പേഴ്സണാണ്. അദ്ദേഹമാണ് സ്വാഗതം ആശംസിച്ചത്. അദ്ദേഹത്തിനും കാലടി ശ്രീരാമകൃഷ്ണമഠത്തിൻ്റെ പേരിൽ ഞാൻ കൃതജ്ഞത അർപ്പിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ അവതാരകനായ ശ്രീ MP ജോർജ്, അദ്ദേഹം കുട്ടിക്കാലം മുതൽക്ക് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞു. ഒരു ശ്രീരാമകൃഷ്ണ ഭക്തനാണെന്ന് അദ്ദേഹം തന്നെ പറയുണ്ടായി. അപ്പോൾ അദ്ദേഹമാണ് ഇവിടെ നമുക്ക് വേണ്ടി അവതാരകനായത്. അപ്പോൾ അദ്ദേഹത്തിനും കാലടി ശ്രീരാമകൃഷ്ണമഠത്തിൻ്റെ പേരിൽ ഞാൻ കൃതജ്ഞത അർപ്പിക്കുകയാണ്. ഇവിടെ പ്രാർത്ഥന ചൊല്ലിയ പ്രതീഷ് ബാലൻ, അദ്ദേഹം ഒരു സംഗീതജ്ഞനാണ്, ശ്രീരാമകൃഷ്ണഭക്തനാണ്. അപ്പോൾ അദ്ദേഹത്തിനും കാലടി ശ്രീരാമകൃഷ്ണമഠത്തിൻ്റെ പേരിൽ ഞാൻ കൃതജ്ഞത അർപ്പിക്കുകയാണ്. പിന്നെ നിങ്ങളില്ലെങ്കിൽ, അതായത് ഇത് കാണുകയും ശ്രവിക്കുകയും ഇതെല്ലാം മനനം ചെയ്യുകയും ഇതൊക്കെ എന്താണോ നമ്മൾ കേട്ടത് അല്ലെങ്കിൽ ശ്രവണം ചെയ്തത് അതെല്ലാം നടപ്പിലാക്കുകയും ജീവിതത്തിലും സമൂഹത്തിലും രാഷ്ട്രനന്മയ്ക്കും ലോകനന്മയ്ക്കുമായി പ്രവർത്തിക്കാനായിട്ട് ഇവിടെ വന്ന ഞാനുൾപ്പെടെ എല്ലാവരും അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഇല്ലെങ്കിൽ ഈ പരിപാടി പൂർണ്ണ വിജയമാവില്ല. അപ്പോഴാണ് സ്വാമിജി പറഞ്ഞ പോലെ ആത്മനോ മോക്ഷാർത്ഥം ജഗദ്ഹിതായജ എന്നുള്ളൊരു വാക്യം സാർത്ഥകമാവുള്ളൂ. അപ്പോൾ ഇതിനു വേണ്ടി പ്രയത്നിച്ചവർക്കും ഇത് കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കാലടി ശ്രീരാമകൃഷ്ണമഠ അദ്വൈതാശ്രമത്തിൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി. ഈ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. അതിനു മുമ്പ് ഇവിടെ അവതാരകനായി ഇവിടെ പ്രവർത്തിച്ച ശ്രീ MP ജോർജിനുള്ള ഉപഹാരം നൽകുന്നതിന് വേണ്ടി സ്വാമി ശിവകാന്താനന്ദജി മഹാരാജിനെ ക്ഷണിച്ചുകൊള്ളു. പ്രാർത്ഥന ആലപിച്ച ശ്രീ പ്രതീഷ് ബാലന് ഉപഹാരം സമർപ്പിക്കുന്നതിനായി സ്വാമി നരസിംഹാനന്ദജി മഹാരാജിനെ ക്ഷണിച്ചുകൊള്ളും. ഈ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ഇതിനുശേഷം പ്രസാദ വിതരണമുണ്ട്. എല്ലാവരും പ്രസാദ വിതരണത്തിന് വേണ്ടി ചെല്ലുവാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ ഉച്ച കഴിഞ്ഞ് നൃത്ത പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. എല്ലാവരും ആ പരിപാടിയിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തേണ്ടതാണ്.
ഈ ഡാൻസ് അക്കാദമിയുടെ ടീച്ചറായ ബിന്ദു ടീച്ചർ, കുട്ടികൾ വേദിക, ശ്രീയ. ഈ കുട്ടികൾക്ക് പരിപാടികൾ അവതരിപ്പിച്ചതിൻ്റെ ഭാഗമായി ആശ്രമത്തിൽ നിന്നും മൊമെൻറ്റോ വിതരണം ചെയ്യുന്നുണ്ട്. അതിനായി കുട്ടികളെ സ്വാഗതം ചെയ്യും. Thank you, Swamiji. Welcome to session 2 of the program. I welcome Sri Mahesh Mohan, Deputy General Manager, Amrita Vishwa Vidyapeetham, founder of Viveka Yogi Knowledge Services. Sri Mahesh Mohan. We welcome Swami Anuvanandaji, Adhyaksha, Ramakrishna Math and Mission, Kadapa, Sri V.P. Joy, IAS, former Chief Secretary of Kerala, Professor M.V. Nadeshan, Independent Director of BEMI, Land Assets Limited, Resource Person, NCRT, SCRT, Padma Shri K.K. Mohammed Sir, former Regional Director, North, Archaeological Survey of India. Srimati Beena Govind, writer, founder of Devashrayam. Namasri Edirajaya Vivekananda Suraye Satchit Sugaswarupaya Swamine Tabaharne. It's a great privilege that I'm honored to moderate this session, wherein which we have got the revered monks of Sri Ramakrishna Order, the devotees, and of course experts and excellents who have marked their own success in their areas of expertise. Thank you, Mohanji. My namaskars to all the panels and revered Swamijis in front of the dais. In fact, Swami Vivekananda had a lot of hope in the youth of India. When he came from America in 1897, and a lot of youth were there to welcome Swami Vivekananda, he had made that prophetic statement, "Youth of India, my hope lies in you. From you will come my workers. They will work up all problems like lions." So that was a wonderful message that Swami Vivekananda had given to wake up the Indians, especially the youth. So the quality of a nation, the quality of life, even the happiness index, now people talk about the happiness index. The happiness index of a place is nothing but a reflection of the human beings there, nature, quality of human beings. How to build the human beings, human spirit, was the main project of Swami Vivekananda all throughout his life and all throughout his teachings. Now, what did he assert about the human beings? The key point what he mentioned is, it was mentioned here, it is the divinity in man. He felt that only when people are aware that there is something superior in human beings other than what is there in all other matter, objects in this universe, something superior in human spirit, then only the human will become a quality, a person of quality, a person of values. So, in fact, a human being is precious. Carl Sagan has mentioned that the universe, in a universe, a human is very precious because for humans to be born, first of all, a star should have been born and died. Only when a star is born and died, a human can be born. Reason being, each of the elements, each of the atoms inhabiting or in our human body has been cooked in the crucible at the extremely high temperatures of a star. Whether it is carbon, nitrogen, phosphorus or whatever which is in our body, this can be cooked only in a star. So some star like our sun
lived and died to create a human being. That's why human being is very precious. And in this process of human building, which has happened over millennia, not millennia, billions of years, during that period, in that process, the human is the highest embodiment of divinity. A spark is there, Atma is there. That is why Swami Vivekananda liked Kadaupanishad very much. He was always asking whether you have by heart at Kadaupanishad, because that gives the essence of what a human being is. Kadaupanishad, he says this, Anorani and Mahado Mahi and Atma Sejanto Nihito Guhaya, Amakradu Pashyati Vida Shogo, Thadu Prasadan Mahimana Atmana. The translation is Sukshmanavil Parama Sukshmamadai, Mahatta Vellathilum Mahidamai, Pradeyathil Atman Vadunadundu, Ajala Shantan, Ashokanavum Thadu Prasadamudan Mahimavuganman. Hrudayathil, in the soul, if you have a soul, Atma is there. The spark, the divinity is part of divinity in every human being. And who is able to see this, he will become Ashokan. Without Shoga means Anandam. So that is how a human can become happy, Anandam can come. Only by being aware of this was the message of Swami Vivekananda. So the essence of Upanishads can be summed up in 4 words. If you want it 4 words. If you want it in 4 sentences, there are 4 Mahavakyas. If you want more in bigger books, you can write 1 book for every sentence in the Upanishad, every mantra. Now, in these 4 words, if you want to sum up Upanishad, it is Abhayam, Asangam, Ahimsa, Anandam. These are the 4 words. The first word is Abhayam, no fear. Abhi, without fear, is the quality of divinity, which Swami Vivekananda stressed in every speech he delivered. Without fear. Tagore wrote in his Gitanjali, where the mind is without fear and the head is held high, where knowledge is free, where the world has not been broken up into fragments by narrow domestic walls, where words come out from the depth of truth, where tireless striving stretches its arms towards perfection, where the clear stream of reason has not lost its way into the dreary desert sand of dead alley, into that heaven of freedom. My father left my country away. So there is a heaven of freedom where there is people without fear. There is a heaven of freedom which will emerge in such a country. സദസ്സിലും ഓഡിയത്തിലും ഇരിക്കുന്ന മഹാവ്യക്തികൾ, ഞാനൊരു ആർക്കിയോളജിസ്റ്റാണ്, പുരാവസ്തു ഗവേഷക വിദ്യാർത്ഥിയാണ്. ഫിലോസഫിയെക്കുറിച്ച്, ദർശനത്തെക്കുറിച്ച് എനിക്കധികം അറിയുകയില്ല. പക്ഷേ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്വാമി വിവേകാനന്ദയെക്കുറിച്ചുള്ള ഒരു ചെറിയ പുസ്തകം വായിച്ചിരുന്നു. അത് സ്വാമി നിഖിലാനന്ദ എഴുതിയ പുസ്തകമായിരുന്നു. അതിൽ നിന്നാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ദർശനത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ലോകത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഇന്ത്യയെക്കുറിച്ചുള്ള ലോകത്തിൻ്റെ അഭിപ്രായങ്ങൾ മാറ്റിമറിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇന്ത്യയെക്കുറിച്ച് മറ്റുള്ളവർ മനസ്സിലാക്കിയിരുന്നത്, ലോകം മനസ്സിലാക്കിയിരുന്നത് മാറ്റിമറിച്ച യുഗപ്രഭാവനായിരുന്നു സ്വാമി വിവേകാനന്ദ. അത് ഓർക്കുമ്പോൾ ലോകം അല്ല, ഇന്ത്യ സ്വാമിജിക്ക് മുമ്പും പിമ്പും എന്നായിട്ട് നമുക്ക് മാറ്റിമറിക്കാൻ കഴിയും. അതേവരെ സ്വാമിജി ഇന്ത്യയെ പരിചയപ്പെടുത്തുന്നതുവരെ, ലോകത്തിന് പരിചയപ്പെടുത്തുന്നതുവരെ നമ്മുടെ നാട് ഒന്ന് പാമ്പുപിടുത്തക്കാരുടെയും കുരങ്ങ് കളിക്കാരുടെയും നാടായിട്ടായിരുന്നു മറ്റുള്ള ലോകം, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കൺട്രീസ് മനസ്സിലാക്കിയിരുന്നത്. അല്ല, അങ്ങനെയല്ല. ഇതിന് വലിയ ദർശനശാസ്ത്രമുള്ള, വലിയ മൂല്യങ്ങൾ ഉൾക്കൊണ്ട ഒരു മഹാരാഷ്ട്രമായിരുന്നു ഒരു കാലത്ത് ഭാരതം എന്നത് ആദ്യമായി ലോകം മനസ്സിലാക്കിയത് സ്വാമി വിവേകാനന്ദയുടെ ഷിക്കാഗോയിലെ പ്രസംഗത്തിലൂടെയാണ്. I am proud of the fact that I
come from that country which had given shelters to Israeli people, the Jewish people. എന്ന് അദ്ദേഹം ഷിക്കാഗോയിൽ പ്രസംഗിച്ചപ്പോൾ അത് ലോകത്തിന് ഒരു പുതിയ സന്ദേശമായി. അതേപോലെ തന്നെ അദ്ദേഹം പാർസികളെ കുറിച്ച് സംസാരിച്ചപ്പോൾ I am proud of the fact that I belong to that country which had given shelter to the Parsis when they were driven out of their country എന്ന് പറഞ്ഞപ്പോഴും ഇതേപോലെ ലോകം ഭാരതത്തിന്റെ വ്യാപ്തി ആദ്യമായിട്ട് മനസ്സിലാക്കി. അങ്ങനെ ഭാരതത്തെ ലോകം മനസ്സിലാക്കുന്നതിൽ അദ്ദേഹത്തെ നമുക്ക് വിവേകാനന്ദയുടെ മുമ്പും പിമ്പും ആയി മാറ്റിമറിക്കാൻ കഴിയും, കാണാൻ കഴിയും. ഈ രാജ്യത്തിന് വേണ്ടിയിട്ട്, സമൂഹത്തിന് വേണ്ടിയിട്ട് നന്മ ചെയ്യാനുള്ള ഒരു മനസ്സ് ഉള്ളൊടുത്താലും കാലം നമ്മളെല്ലാവരും യങ്സ്റ്റേഴ്സാണ്. ആ നിലയിൽ നോക്കുമ്പോൾ പ്രായം കൊണ്ട് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള എത്ര പെർസെന്റേജ് ആളുകൾ ഈ പറഞ്ഞ യൗവനം കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളത് ബിഗ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ പ്രധാന പ്രശ്നം രാഷ്ട്ര പുനർനിർമ്മാണം. അതിന്റെ അടിസ്ഥാനം എന്നാൽ മനുഷ്യനിർമ്മാണം. മനുഷ്യനിർമ്മാണം എന്നാൽ ക്യാരക്ടർ ബിൽഡിംഗ് ആണ്, സ്വഭാവ രൂപീകരണമാണ്. എന്തിനാ മാഷെ സ്വഭാവത്തെ രൂപീകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, എല്ലാവരും ജനിച്ചു വീണ് കഴിഞ്ഞാൽ 10 ദോഷങ്ങളുമായിട്ടാണ് ഇവിടെ പിറവിയെടുക്കുന്നത്. ഹിംസയും അസത്യവും മോഷണവും അശുദ്ധിയും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഇവിടെ പിറവിയെടുക്കുന്നത്. അതിനെ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആചാര്യന്മാർ ഉപദേശിച്ചത് അഹിംസ, സത്യം, അസ്ഥേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം, ശൗച, സന്തോഷ, തപസ്വാധ്യായ, ഈശ്വര പ്രണിധാനി എന്ന് പറയുന്ന ഒരു പ്രകടനം. ഇന്നത്തെ വിഷയം രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ യുവാക്കളുടെ പങ്ക് എന്നതാണ്. വിഷയം ഒരുപാട് സ്ഥലങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. യുവഭാരതത്തിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ പലയിടത്തും പങ്കുവച്ച് കേൾക്കാറുണ്ട്. ഞാൻ എൻ്റെ ചെറിയ അനുഭവങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ മാത്രം ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു പത്രപ്രവർത്തകൻ കൂടിയാണ്. മാതൃഭൂമി പത്രത്തിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. കഴിഞ്ഞ 26 വർഷങ്ങളായി അതിൻ്റെ എഡിറ്റോറിയൽ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് പബ്ലിക്കുമായിട്ട് സമ്പർക്കപ്പെടാനുള്ള ഒരുപാട് അവസരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഔദ്യോഗികമായിട്ട്. ഇപ്പം ഇലക്ഷൻ നടക്കുന്ന കാലം കൂടെയാണ് വരാൻ പോകുന്നു. അസന്നമായ തിരഞ്ഞെടുപ്പിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ടും അറിയാനായിട്ടും ഇപ്പോഴത്തെ ഇലക്ഷൻ ട്രെൻഡ് അറിയാനൊക്കെ വേണ്ടി ഞങ്ങൾ പല സ്ഥലങ്ങളിലും സഞ്ചരിക്കാറുണ്ട്. അങ്ങനെ സഞ്ചരിച്ചു വന്നപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ജനങ്ങളെ കണ്ട് അവരുടെ അഭിപ്രായം രാഷ്ട്രീയത്തെക്കുറിച്ച്, രാജ്യത്തെക്കുറിച്ച്, പല കാര്യങ്ങളും നമ്മുടെ പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, എന്നെ മാത്രമല്ല ഞങ്ങളിൽ പോകുന്ന പല റിപ്പോർട്ടർമാരെയും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം, യുവാക്കൾക്ക് രാഷ്ട്രീയത്തിൽ ഒരു താല്പര്യവും ഇല്ലാതാവുന്നു എന്നതാണ്. രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ എല്ലാവരും രാഷ്ട്രീയക്കാരാവണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഏത് തൊഴിലിലിരിക്കുകയാണെങ്കിലും അതിനോടൊരു കമ്മിറ്റ്മെൻറ്റ് കുട്ടികൾക്ക് വളർത്തിയെടുക്കുക. നമ്മൾ ചെറിയ കാര്യങ്ങൾ വരെ പറഞ്ഞ് മനസ്സിലാക്കണം. ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. എൻ്റെ മുന്നിൽ ഒരു ദിവസം ഞാൻ ബ്യൂറോയിലിരിക്കുന്ന സമയത്ത് ഒരു അധ്യാപകൻ കുറേ കുട്ടികളെ കൊണ്ട്, സ്കൂൾ കുട്ടികളെ കൊണ്ട് കയറി വന്നു. നമ്മുടെ സമരം നടക്കണം, 4-5 വർഷം മുമ്പാണ്. അവർ ചെയ്തത് പത്രത്തിൽ കൊടുക്കണം. ചെയ്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആ ഭരിക്കുന്ന സർക്കാരിനെതിരെ പാഠപുസ്തകം കത്തിച്ചിട്ടായിരുന്നു പ്രതിഷേധം. ഏതൊരു സംഘടനയിൽപ്പെട്ട, അധ്യാപക സംഘടനയിൽപ്പെട്ട ഒരു അധ്യാപകൻ ആ സംഘടനയുടെ കീഴിലുള്ള കുട്ടികളെ കൊണ്ടുവന്ന്, സ്കൂൾ കുട്ടികളെ കൊണ്ടുവന്നിട്ട് ബോട്ടിലിട്ട് പാഠപുസ്തകങ്ങൾ കത്തിച്ച് അതിൻ്റെ ഫോട്ടോ എടുത്തു കൊണ്ടുവന്നിട്ടാണ് എൻ്റെ അടുത്ത് തന്നത്. ഇത് വാർത്തയാണെന്നുള്ളത്. ഞാൻ പറഞ്ഞു, ഞാൻ ഈ വാർത്ത കൊടുക്കില്ല. നിങ്ങൾക്ക് എന്നെക്കുറിച്ച് പരാതി ഉണ്ടെങ്കിൽ എൻ്റെ മേലധികാരികളോട് പരാതിപ്പെടാം, എൻ്റെ ന്യൂസിലോട്. പക്ഷേ കുട്ടികളെ കൊണ്ട് പാഠപുസ്തകം കത്തിച്ചിട്ട് അത് വാർത്തയാക്കുന്ന ഒരു അധ്യാപകൻ നല്ല മാതൃകയാണോ? ഒരിക്കലുമല്ല. കാരണം പുസ്തകം വെച്ച് പൂജിക്കുന്ന സംസ്കാരമാണ് നമ്മുടേത്. Why the purity of mind is needed? In what way it motivates us? First of all, the human life has a purpose. Purpose is to realize the truth. Sri Ramakrishna says very clearly. Goal of human life is realization of God. And what Swami Vivekananda puts it in another way is that to understand ourselves. Now, normally what happens is that
the tendencies in us, like selfishness and others, they somehow do not allow us to understand what we are supposed to do in life. Man is constantly drawn towards the external enjoyment without understanding that jewel that is within. So that is why what Swami Vivekananda says is that two methods he put it, and that is the idea that he gave to Ramakrishna mission, Atmana Mokshatam Jagatidaya. And I cordially invite Dr. Srikesh M.K., Lecturer, Department of Vyakarna, Sri Shankara Sanskrit University, Kaladi. Together, as part of his vote of thanks, we will also felicitate ശ്രീരാമകൃഷ്ണ മഠത്തിൻ്റെ അഖില കേരള ഭക്ത സമ്മേളനവും അതുപോലെ തന്നെ ശ്രീരാമകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ 100-ാം വാർഷികവും ആഘോഷിക്കുന്ന ഈ ധന്യമുഹൂർത്തത്തിൽ ആചാര്യസ്വാമികളുടെ പവിത്രമായിട്ടുള്ള ഈ കാലടിയിൽ സംഘടിപ്പിച്ച ഈ ഒരു അതിഗംഭീരമായ ചർച്ച ഇവിടെ സമാപിക്കുകയാണ്. യുവാക്കൾക്ക് രാഷ്ട്ര നിർമ്മാണത്തിലും അതുപോലെ തന്നെ ആധ്യാത്മിക മൂല്യങ്ങളിലും അവരുടെ പങ്കിനെ കുറിച്ചുള്ള ചർച്ചയാണ്. ആ ചർച്ച നന്നായി നയിച്ചത് ശ്രീ മഹേഷ് മോഹൻ. ഈ ചർച്ചയിൽ പങ്കെടുത്ത ആദരണീയരായ എല്ലാ വ്യക്തികൾക്കും കൃതജ്ഞത അറിയിക്കുകയാണ് എൻ്റെ കർത്തവ്യം. ഈ ആന്തരിക ശുദ്ധീകരണത്തിലൂടെ ആത്മനോ മോക്ഷാർത്ഥം എന്ന അംശത്തെയും പിന്നീട് അതിലൂടെ നേടുന്ന ആ സന്തോഷത്തെ സമാജത്തിലേക്ക് പ്രസരിപ്പിക്കുന്നതിലൂടെ ജഗത് ഹിതായച്ച എന്നുള്ള അംശത്തെയും വളരെ നന്നായി തന്നെ സ്വാമിജി നിർവചിച്ചു. അതുപോലെ തന്നെ സ്വാമിജിക്ക് എല്ലാ ആദരവോടും കൂടി സ്വാമിജിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് കൃതജ്ഞത അർപ്പിക്കുന്നു. രണ്ടാമതായിട്ട് നമുക്ക് നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്ത് അഭിപ്രായം രേഖപ്പെടുത്തിയത് ശ്രീ BP ജോയ് IAS സാറാണ്. സാറിനുള്ള കൃതജ്ഞത അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. അടുത്തതായി നമ്മളോട് സംസാരിച്ചത് പത്മശ്രീ KK മുഹമ്മദ് സാറാണ്. ഭാരതം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ആർക്കിയോളജിസ്റ്റാണ്. ചരിത്രം സ്വാമി വിവേകാനന്ദന് മുമ്പും ശേഷവും എന്ന രീതിയിൽ തന്നെ ഭാരതത്തെ അടയാളപ്പെടുത്തി എന്നുള്ള ആ മഹത്തായ കാര്യം അദ്ദേഹം ഇവിടെ അറിയിച്ചു. അദ്ദേഹത്തിനും എല്ലാവിധ കൃതജ്ഞതയും അറിയിക്കുന്നു. അടുത്തതായി നമ്മോടൊപ്പം പങ്കെടുത്തത് ആദരണീയനായിട്ടുള്ള നടേശൻ സാറാണ്. സാറ് ഞാൻ തന്നെ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനാണ്. ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് നടേശൻ മാഷ് എപ്പോഴും റിട്ടയറായി എന്നുള്ളത് വാസ്തവത്തിൽ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അത്രയും രൂപത്തിലും മനസ്സിലും ചെറുപ്പം കാത്തു സൂക്ഷിക്കുന്ന നടേശൻ മാഷാണ്. സാറിൻ്റെ വാക്കുകളിലും അദ്ദേഹം പറഞ്ഞത് പ്രായം അല്ല ചെറുപ്പത്തെ നിർണ്ണയിക്കുന്നത്, യുവത്വത്തെ നിർവചിക്കുന്നത് പ്രായം കൊണ്ടല്ല. അദ്ദേഹത്തിനെയും എല്ലാവിധ കൃതജ്ഞതയും ആദരവോടും രേഖപ്പെടുത്തുന്നു. സിസ്റ്റർ നിവേദിതയെ കുറിച്ചുള്ള പുസ്തകം വളരെ പ്രസിദ്ധമാണ്. വളരെ ഉത്കണ്ഠ ജനിപ്പിക്കുന്ന, നമുക്ക് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ തന്നെ രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതെന്നാണ്. ആ രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന പ്രവൃത്തിയിലുള്ള യുവാക്കളുടെ താല്പര്യക്കുറവിനെയും ഒക്കെ ആധുനിക കാലത്ത് നമ്മൾ ഇവിടെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെയും വളരെ ഭംഗിയായിട്ട് മേഡം ഇവിടെ അവതരിപ്പിച്ചു. മാത്രമല്ല കേവലം വാക്കിലുപരിയായിട്ട് സ്വന്തം കർമ്മമണ്ഡലത്തിൽ ആ സ്വന്തം പ്രസ്ഥാനം കൊണ്ട് തന്നെ മഹത്തായ സേവനത്തിൻ്റെ മാതൃക തീർത്തിട്ടുണ്ട്. മേഡത്തിനും എല്ലാവിധ കൃതജ്ഞതയും രാമകൃഷ്ണ മഠത്തിൻ്റെ പേരിൽ രേഖപ്പെടുത്തുന്നു. അതുപോലെ ഈ പരിപാടിയുടെ സഞ്ചാലനം, അതിൻ്റെ മോഡറേറ്റർ ആയിരിക്കുന്ന മഹേഷ് മോഹൻ സാറിനും
അമൃത യൂണിവേഴ്സിറ്റിയുടെ ഡെപ്യൂട്ടി ജനറൽ മാനേജറാണ് അദ്ദേഹം, അമൃത വിശ്വവിദ്യാപീഠത്തിൻ്റെ. അതുപോലെ തന്നെ സ്വന്തമായിട്ടൊരു വിവേകയോഗി നോളജ് സർവീസസ് എന്ന പേരിലൊരു പ്രസ്ഥാനമാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. എപ്പോഴും രാമകൃഷ്ണ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അദ്ദേഹത്തിനുള്ള കൃതജ്ഞത ഞാൻ രേഖപ്പെടുത്തുന്നു. ഔദ്യോഗികമായി പാനൽ ഡിസ്കഷൻ കഴിഞ്ഞിരിക്കുന്നു. ഇനി കുറച്ച് സമയം നമുക്ക് എ കെ മുഹമ്മദ് സാറിന്റെ എക്സ്ക്ലൂസീവ് പ്രസന്റേഷൻ ആണ്. അതിലൂടെ എല്ലാം ക്ഷണിക്കുന്നു. When we speak about Chambal, Chambal is not a forest area. Usually we say Chambal forest, but it's not a forest area. Here we have got huge drone, this one hills are there, and it has got its own pathways also. അതിനുള്ളിലൂടെ അടിപ്പാതകൾ ഉണ്ടായിരിക്കുന്നു. ഈ അടിപ്പാതകൾ പൊതുവെ കൊള്ളക്കാർക്ക് മാത്രമേ അറിയുകയുള്ളൂ. അവിടെ ഏതാണ്ട് 200-ലധികം ക്ഷേത്രങ്ങൾ ഒരേ സ്ഥലത്ത് തകർന്ന് കിടന്നിരുന്നു. ഉത്തരേന്ത്യയിലെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ രൂപം. നെക്സ്റ്റ് പ്ലീസ്. സമയം വൈകിയതുകൊണ്ട് ഞാൻ വേഗം പറഞ്ഞു പോകും. അപ്പോൾ ഇതാണ് Chambal. Next please. One of the records, just look at this one. He had 1,112 cases against him. And just look at it. Just look at it. ഇത് നിങ്ങൾ കൈവച്ചതുപോലെ ഈ കൊള്ളക്കാരോടെ വന്ന് അവർ കുതിരപ്പുറത്ത് ഇറങ്ങി കടക്കാർ പോകുന്ന അവസരത്തിൽ അവർക്ക് ഒരു വയലന്റ് പാർട്ടി ഉണ്ടായിരിക്കും എപ്പോഴും. അപ്പോൾ അവർ വന്നു ഈ ക്ഷേത്രങ്ങളെ അത്ഭുതകരമായിട്ട് കണ്ടു. അവർ പറഞ്ഞു ഇത് ചമത്കാരൊക്കെ കാക്കിയായി, ഇവിടെ ഇവർ അത്ഭുതങ്ങൾ വിളയിച്ചിരിക്കുന്നു എന്ന് അവർ ആ മുമ്പിലുള്ള ആൾ പറഞ്ഞു. പിന്നീട് പ്രധാനപ്പെട്ട സർദാർ കൊള്ളക്കാരൻ തന്നെ പറഞ്ഞു ഈശോ ഈ വസ്തു അവർ അത്ഭുതപ്പെട്ടു നിന്നു. അദ്ദേഹം പുഞ്ചിരിക്കാൻ വേണ്ടി ശ്രമിച്ചു. അദ്ദേഹത്തിന് പുഞ്ചിരിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് കിളിക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. കാരണം എത്രയോ ആളുകൾ കൊന്ന മനുഷ്യനാണ്. 76 ആളുകൾ കൊന്ന മനുഷ്യന് അദ്ദേഹത്തിന് കിളിക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. പക്ഷെ അദ്ദേഹം പറഞ്ഞു ഇത് ചമത്കാരൊക്കെ കാണി. സോ ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് സർട്ടിഫിക്കറ്റ് ഫോർ us. അതുകൊണ്ട് ഇനി വയലില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. നെക്സ്റ്റ് പ്ലീസ്. So you had seen it like this one.